ഒരു ചെറിയ വിഷയമാണ് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിലെ 23-ാമത്തെ അധ്യായത്തിലെ 6 തിരുവചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. കുരിശിൻ്റെ 6 സാധ്യതകൾ നമ്മൾ മനസ്സിലാക്കി വരികയാണ്. 3 ഞാൻ പറഞ്ഞു കഴിഞ്ഞു: അനുരഞ്ജനം, പാപമോചനം, വിശുദ്ധീകരണം. 4-ാമത്തെ കുരിശിൻ്റെ സാധ്യത 43-ാമത്തെ തിരുവചനമാണ്. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 43-ാമത്തെ തിരുവചനം. ഈശോയെ കുരിശിൽ തറച്ചു കഴിഞ്ഞു. ഈശോയുടെ കുരിശിൻ്റെ ഇടതും വലതും പൊക്കമുള്ള 2 മെഴുകുതിരിയായിരുന്നു നാട്ടേണ്ടത്. അത്രയും പൊക്കമുള്ള മെഴുകുതിരി കിട്ടാഞ്ഞിട്ട് 2 കള്ളന്മാരെ നാട്ടി. ഇടതുവശത്ത് ഒരു കള്ളൻ, വലതുവശത്ത് ഒരു കള്ളൻ. അങ്ങനെ 3 പേരെയാണ് കുരിശ് തറച്ചേക്കുന്നത്. ഈശോ നടുവിൽ പാപികളോട് ചേർന്ന് ഈശോ കുരിശിൽ കിടക്കുകയാണ്. ഇതിലേത് കള്ളനെയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എന്നെനിക്കറിയില്ല. ഇടതുവശത്ത് കിടക്കുന്ന കള്ളനെയാണോ കൂടുതൽ ഇഷ്ടം? വലതുവശത്ത് കിടക്കുന്ന കള്ളനെയാണോ കൂടുതൽ ഇഷ്ടം? വലതുവശത്ത് കിടക്കുന്ന കള്ളനെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് ചില അമ്മച്ചിമാരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞ പ്രസംഗം കേട്ടതുകൊണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുന്നു, അല്ലേ? കഴിഞ്ഞ പ്രസംഗം കേട്ടതുകൊണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഏത് കള്ളനെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് നിങ്ങളുടെ പ്രാർത്ഥന പറഞ്ഞാൽ ഞാൻ അതിന് ഉത്തരം പറയാം. ഏത് കള്ളനെയാണെന്ന് നിങ്ങൾ എന്നോട് പറയണ്ട. നിങ്ങളുടെ ജീവിതത്തിലെ പ്രാർത്ഥന പറഞ്ഞാൽ നിങ്ങൾക്ക് ഇടതുവശത്ത് കിടക്കുന്ന കള്ളനോടാണോ ഇഷ്ടം, വലതുവശത്ത് കിടക്കുന്ന കള്ളനോടാണോ ഇഷ്ടം എന്ന് പറയാൻ പറ്റും. അതിന് സമയമില്ലാത്തത് കൊണ്ട് കുരിശിൽ കിടക്കുന്ന ഈ 2 കള്ളന്മാരും ഈശോയുടെ അടുക്കൽ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈശോയോട് പറയുന്നതൊക്കെ പ്രാർത്ഥനയാണ്. ഇടതുവശത്ത് കിടക്കുന്ന കള്ളനും വലതുവശത്ത് കിടക്കുന്ന കള്ളനും ഈശോയോട് സംസാരിക്കുന്നുണ്ട്. ഇതിലാർക്കായിരിക്കും കൂടുതൽ വേദന? നടുക്ക് കിടന്നതുകൊണ്ട് ഈശോയ്ക്ക് വേദന കൂടുതലുണ്ടോ? ഇടതുവശത്താന്ന് കരുതി ഒരു കള്ളന് വലതുവശത്ത് കിടക്കുന്ന കള്ളനേക്കാൾ വേദന കൂടുതലും കുറവൊന്നുമില്ല. 3 പേർക്കും ഒരേ തരത്തിലുള്ള വേദന തന്നെയാണ് കുരിശിൽ മരിക്കുമ്പോൾ ഉള്ളത് എന്ന് നമ്മുടെ മാനുഷികമായ ബുദ്ധി കൊണ്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഒരേ വേദനയിലൂടെ കടന്നു പോവുക. വേദനകൾ എങ്ങനെ ഏറ്റെടുക്കുന്നു എന്നുള്ളത് അശ്രദ്ധേയമായ കാര്യം. വേദനകളൊക്കെ എല്ലാവർക്കും ഒരുപോലെയാണ്. ഏറ്റെടുക്കുന്ന രീതിക്ക് മാറ്റമുണ്ട്. അതാ പ്രധാനപ്പെട്ട കാര്യം എന്ന് നമുക്കറിയാം. ഇടതുവശത്ത് കിടന്ന കള്ളൻ ഈശോയോട് പ്രാർത്ഥിച്ച കാര്യം എന്താ? ഇടതുവശത്ത് കിടന്ന കള്ളൻ ഈശോയോട് പറഞ്ഞത് എന്താ? ദൈവമാണ് പോലും കുരിശേ കിടക്കുന്നു, ഒരു കാര്യം ചെയ്യാവൂ, കുരിശേന്ന് നീ ഒന്നിറങ്ങി പാവപ്പെട്ട എന്നെ കുരിശേന്ന് ഒന്നിറക്കിയാൽ ദൈവമാണെന്ന് പറയാം. പറ്റുമെങ്കിൽ നീ കുരിശേന്നിറങ്ങ, എന്നെ കുരിശേന്ന് ഇറക്ക. ഇടതുവശത്ത് കിടന്ന കള്ളൻ പ്രാർത്ഥിച്ചത് അതാ. നീ കുരിശേന്നിറങ്ങി വന്ന് എന്നെ കുരിശേന്നിറക്കുവാണെങ്കിൽ നീ ദൈവമാണ്. നമ്മുടെ പ്രാർത്ഥനയും ഏതാണ്ടൊക്കെ അതിനോട് ചേർന്ന് നിൽക്കുന്നതാ, അല്ലേ? നമ്മൾ പിന്നെ ഇത്തിരി കൂടി വേണമെങ്കിൽ പരിഷ്കരിച്ച് പ്രാർത്ഥിക്കും. കുരിശെ തറച്ചിട്ട് ഇനി കുരിശേന്നിറങ്ങുന്നത് നാണക്കേടാണെങ്കിൽ ഈശോയെ നീ കുരിശെന്നിറങ്ങാൻ പോകണ്ട. കുരിശെ തന്നെ എത്ര കാലം വേണേലും കിടന്നു. പക്ഷെ പാവപ്പെട്ട എന്നെ ഈ കുരിശേന്ന് ഒന്നിറക്കിയാൽ ദൈവ, പാവപ്പെട്ട എന്നെ എൻ്റെ വേദനകളിൽ നിന്നൊന്ന് മാറ്റിയാൽ നീ ദൈവമാണ് എന്ന് ഞാൻ പറയാം. എൻ്റെ വേദനകൾ മാറ്റിത്തരണേ എന്നാണ് ഇടതുവശത്ത് കിടന്ന കള്ളൻ പ്രാർത്ഥിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് കഴിഞ്ഞ പ്രസംഗം കേട്ടതുകൊണ്ട് ഒരു മാറ്റം വന്നിരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് സാധാരണ നമ്മൾ പ്രാർത്ഥിക്കുന്നത് വേദനകൾ മാറ്റിത്തരണേ എന്നാണ്. ഇടതുവശത്ത് കിടക്കുന്ന കള്ളനോടാണ് സത്യസന്ധമായി ഉത്തരം പറഞ്ഞാൽ നമ്മൾ അടുത്ത് നിൽക്കുന്നത്.
നമുക്ക് പ്രിയപ്പെട്ടതും ഇടതുവശത്ത് കിടക്കുന്ന കള്ളൻ തന്നെയാണ്. നമുക്ക് മാത്രമല്ല, പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും പല വ്യക്തികൾക്കും ഇടതുവശത്ത് കിടക്കുന്ന കള്ളനോട് അവരുടെ ആദ്യകാല ജീവിതത്തിന് ഏറെ അടുപ്പമുണ്ടായിരുന്നു. നമുക്ക് യാക്കോബിനെ കുറിച്ച് പറയുമ്പോൾ അവൻ്റെ മനോഹരമായൊരു പ്രാർത്ഥന ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അമ്മാവൻ്റെ അടുത്തേക്ക് ഒളിച്ചോടുന്ന സമയത്ത് രാത്രിയാകാറായപ്പോൾ ഒരിടത്ത് താമസിച്ചല്ലോ, ബഥേലിൽ താമസിക്കുന്ന യാക്കോബിനെ നമ്മൾ പരിചയപ്പെടുന്നു. കല്ലെടുത്ത തലയണയായി വെച്ചത്. രാത്രിയിലെ സ്വപ്നങ്ങൾ കണ്ടു. സ്വർഗം തുറന്നിരിക്കുന്നു, ഗോവിണി മാലാഖ ഇറങ്ങുന്നു, കയറുന്നു. ദൈവമുള്ള സ്ഥലമാണ് എന്ന് മനസ്സിലാക്കി യാക്കോബ് കല്ലെടുത്ത് നാട്ടി ഒരു പ്രാർത്ഥന അവിടെ നടത്തുന്നു. മനോഹരമായ പ്രാർത്ഥനയാണ് എന്ന് നമുക്ക് തോന്നുന്നു. യാക്കോബ് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: ഉണ്ണാൻ തന്ന നീ എൻ്റെ ദൈവം, ഉടുക്കാൻ തന്ന നീ എൻ്റെ ദൈവം, യാത്രയിൽ അപകടമുണ്ടാകാതിരുന്നാൽ നീ എൻ്റെ ദൈവം, അപ്പൻ്റെ അടുത്തേക്ക് എന്തെങ്കിലും മടങ്ങി വരാൻ കഴിഞ്ഞാൽ നീ എൻ്റെ ദൈവം. നല്ല പ്രാർത്ഥനയാണെന്നൊക്കെ നമുക്ക് തോന്നുന്നു. പക്ഷേ ഈ പ്രാർത്ഥനയ്ക്ക് ഒരു അപകടമുണ്ട്. ഉണ്ണാൻ തന്നില്ലെങ്കിൽ, ഉടുക്കാൻ തന്നില്ലെങ്കിൽ, അങ്ങോട്ടെങ്ങാനും ഇറങ്ങുമ്പോൾ ഒരു ഓട്ടോറിക്ഷ മുട്ടിയാൽ അപ്പൻ്റെ അടുത്തേക്ക് മടങ്ങി വരാൻ കഴിഞ്ഞില്ലെങ്കിൽ, അങ്ങനെ ഒരു അപകടം ഈ പ്രാർത്ഥനയ്ക്കുണ്ടെന്ന് നമുക്കറിയാം. അത് ആദ്യകാല യാക്കോബ. പിന്നാലെ ദൈവം അവനെ മാറ്റിമറിക്കുന്നു എന്ന് നമുക്കറിയാം. സാധാരണക്കാരായ മനുഷ്യരൊക്കെ വേദനകൾ മാറിപ്പോകണം, ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് സമൃദ്ധി ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നവരാണ്. ഇടതുവശത്ത് കിടക്കുന്ന കള്ളൻ അവരുടെയൊക്കെ പ്രതിനിധിയായിട്ടാണ് ഈശോയോട് പറയുന്നത്: കുരിശില്ലാതെ എനിക്ക് രക്ഷപ്പെട്ടാൽ മതി, എനിക്ക് രക്ഷപ്പെടണം, കുരിശില്ലാതെ രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്ന ആളിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഇടതുവശത്ത് കിടക്കുന്ന കള്ളൻ പ്രാർത്ഥിച്ചത്. നമുക്ക് വലതുവശത്ത് കിടക്കുന്ന കള്ളനെ പരിചയപ്പെടാം. ഇടതുവശത്ത് കിടക്കുന്ന കള്ളനെ പോലെ തന്നെ വേദന അനുഭവിക്കുന്നു വലതുവശത്ത് കിടക്കുന്നവനും. ഈശോയുടെ വലതുവശത്താണെന്ന് കരുതി അവന് വേദനയ്ക്ക് കുറവല്ലോ ഉണ്ടോ? എവിടെ കിടക്കുന്നു എന്നതല്ല വേദന കൂട്ടുകയും കുറയുകയൊക്കെ ചെയ്യുന്നത് നമുക്കറിയാം. അവനും ഇടതുവശത്ത് കിടന്ന കള്ളനെ പോലെ കുരിശിൽ മരിക്കുമ്പോൾ വേദനയൊക്കെ ഉണ്ട്. പക്ഷെ അവൻ പ്രാർത്ഥിച്ചത് കുരിശ് മാറ്റിത്തരണേ എന്നല്ല, വേദനകൾ മാറ്റിത്തരണമേ എന്നല്ല. ഈശോയോട് കുരിശ് നിറങ്ങാനും അവൻ പറഞ്ഞില്ല. ഇവന്റെ പ്രാർത്ഥന 42-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു. നല്ല കള്ളൻ പ്രാർത്ഥിച്ചത് എന്താണ്? നല്ല കള്ളൻ പ്രാർത്ഥിച്ചത്: നീ പർദീസായിലായിരിക്കുമ്പോൾ പ്ലീസ് എന്നെ കൂടി ഒന്ന് ഓർക്കണേ. നീ ഇന്ന് പർദീസായിലായിരിക്കുമ്പോൾ എന്നെ ഓർക്കണേ എന്ന് നല്ല കള്ളൻ ഈശോയോട് പ്രാർത്ഥിക്കുകയാണ്. ചില പ്രാർത്ഥനയ്ക്കൊക്കെ രൊക്കം മറുപടിയാണ്. ഇടതുവശത്തെ കള്ളന്റെ പ്രാർത്ഥനയ്ക്ക് ഈശോ മറുപടിയൊന്നും കൊടുത്തില്ല, മിണ്ടിയില്ല, കേട്ടെന്ന് പോലും നടിച്ചില്ല. വലതുവശത്ത് കിടന്ന കള്ളൻ പ്രാർത്ഥിച്ചപ്പോൾ ഉടനെ മറുപടി വന്നു. ചില പ്രാർത്ഥനയ്ക്കൊക്കെ ഒട്ടൻ മറുപടി വരും. വലതുവശത്ത് കിടന്ന കള്ളൻ പ്രാർത്ഥിച്ചു: നീ ഇന്ന് പർദീസായിലായിരിക്കുമ്പോൾ എന്നെ ഓർമ്മിക്കണം. 43-ാമത്തെ തിരുവചനം ഈ മറുപടിയാണ്: നീ ഇന്ന് എന്നോടൊപ്പം പർദീസായിലായിരിക്കും, നീ ഇന്ന് എന്നോടൊപ്പം പർദീസായിലായിരിക്കും എന്ന് നല്ല കള്ളനോട് ഈശോ പറഞ്ഞു. ഇത് കുരിശിലെ 4-ാമത്തെ അത്ഭുതമാണ്. 4-ാമത്തെ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഈശോയുടെ കയ്യിൽ, ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ കയ്യിൽ പർദീസ തുറക്കാനുള്ള താക്കോലുണ്ട്. പർദീസ പൂട്ടി താക്കോലും കൊണ്ട് ദൈവം ഒരിക്കൽ പോയതാ. പിന്നെ പർദീസ തുറന്നിട്ടില്ല, അടഞ്ഞു കിടക്കുക. മലാഖമാരെ അവിടെ കാവൽ നിർത്തിയിട്ടുണ്ട്, ആരും കയറാതെ. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്. ആദവും ഹവ്വായും തെറ്റ് ചെയ്തപ്പോൾ അവരെ പർദീസായിൽ നിന്നെല്ലാം പുറത്താക്കി പർദീസ പൂട്ടി താക്കോലെടുത്ത് ദൈവത്തിന്റെ വഴിക്ക് പോയി. ആർക്കും അങ്ങോട്ടിന് പ്രവേശനമില്ല. ഈ താക്കോലും കൊണ്ടാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത്. കുരിശിൽ കിടക്കുന്ന ഈശോയുടെ തിരുക്കരങ്ങളിൽ പർദീസ തുറക്കാനുള്ള താക്കോലുണ്ടെന്ന് തോന്നും അവന്റെ മറുപടി കേട്ടാൽ. നീ ഇന്ന് എന്നോടൊപ്പം
പർദീസായിലായിരിക്കും. ഈശോയുടെ കുരിശ് സ്വർഗം തുറന്നു തന്ന കുരിശ. നമുക്കായി അടഞ്ഞുകിടന്ന ആ സ്വർഗം ഈശോയുടെ കുരിശുമരണം വഴിയായി തുറന്നു കിട്ടി എന്നുള്ളത് കുരിശിന്റെ 4ാമത്തെ സാധ്യതയാണ്. എന്തിനു വേണ്ടി ഈശോ കുരിശിൽ മരിച്ചു? നമ്മൾ അനുരഞ്ജിതരാകുന്നതിനും, പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നതിനും, വിശുദ്ധീകരണം പ്രാപിക്കുന്നതിനും, നമുക്ക് സ്വർഗത്തിൽ പോകുന്നതിനും. വീണ്ടും രക്ഷിച്ചു എന്നൊക്കെ നമ്മൾ പ്രാർത്ഥനകളിൽ ഒന്നിച്ച് ചൊല്ലാറുണ്ടല്ലോ. ഈശോയുടെ പീഡാസഹനം വഴി, കുരിശുമരണം വഴി ദൈവം നമുക്കായി സ്വർഗം തുറന്നു തന്നിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. ഈ നല്ല കള്ളന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് ഈശോ ഇത് പറയുന്നു. ലോകത്തിലെ ആദ്യത്തെ ധ്യാനഗുരു ആരായിരിക്കും എന്ന് ചോദിച്ച ഒട്ടായച്ചനൊന്നും അല്ലേ, വാളമ്മനാച്ചനൊന്നും അല്ല. ലോകത്തിലെ ആദ്യത്തെ ധ്യാനഗുരു ഈ ഈശോയുടെ അടുക്കൽ കിടന്ന പർദീസായുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന നല്ല കള്ളനാണെന്ന് തോന്നുന്നു. തൊട്ടടുത്ത് കിടക്കുന്ന കള്ളനെ അവൻ ധ്യാനിപ്പിക്കുക. തൊട്ടടുത്ത് കിടക്കുന്ന കള്ളനോട് ചില കാര്യങ്ങൾ അവൻ പറയുന്നുണ്ട്. കൈയടിച്ച് അവന് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ടാവില്ല. വലിയ സന്തോഷത്തോടു കൂടിയാണ് അവൻ. ആത്മസന്തോഷം കൊണ്ട് ആനന്ദിപ്പാൻ എന്ന പാട്ടൊക്കെ പാടിയാൽ കൊള്ളാം എന്ന് കള്ളന്റെ മനസ്സിലുണ്ട്. കൈയടിച്ച് പാടത്തില്ല എന്നേ ഉള്ളൂ. ഇത്തിരി സമയം കൂടി അവശേഷിക്കുന്നു. ഇത്തിരി അവശേഷിച്ചിരിക്കുന്ന ഈ സമയം ഈ കള്ളനെ ഒന്ന് ധ്യാനിപ്പിച്ചു കളയാം എന്ന് നല്ല കള്ളൻ കരുതുകയാണ്. കള്ളന്മാരുടെ പോലും ഒരു ആഗ്രഹത്തെ നമ്മൾ വിലമതിക്കണം. കൂടെ കിടക്കുന്ന കള്ളനെയും കൊണ്ട് സ്വർഗത്തിൽ പോകുക എന്നത് നല്ല കള്ളന്റെ ആഗ്രഹമാണ്. കൂടെ കിടക്കുന്ന കള്ളനെയും കൊണ്ട് സ്വർഗത്തിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന കള്ളനെ കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്നു. ഇടതുവശത്ത് കിടന്ന കള്ളനോട് അവൻ പറഞ്ഞു, ദൈവത്തെ പോലും നിനക്ക് പേടിയില്ലേ? എടാ, നമ്മളൊക്കെ എന്തേരെ പാപം ചെയ്തവരാ. നമ്മൾ ഒന്നിച്ച് കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ട് എവിടെയെല്ലാം അതിക്രമത്തിനായി പോയിട്ടുള്ളതാണ്. എന്തെല്ലാം മോശമായ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ രണ്ടുപേരും ഇങ്ങനെ മരിക്കാൻ തുടങ്ങുമല്ലേ. ഈ മരണസമയത്ത് പോലും നിനക്ക് ദൈവത്തെ പേടിയില്ലല്ലോ എന്ന, ദൈവഭയമില്ലല്ലോ എന്ന് ഈ കള്ളൻ നല്ല കള്ളന്റെ അടുക്ക പറയുക. ദൈവഭയം അറിവിന്റെ ആരംഭം. ഒരു മനുഷ്യൻ മാനസാന്തരപ്പെടാൻ ദൈവഭയം മാത്രം മതി. ദൈവത്തെ ഭയപ്പെടുന്ന ഒരു മനുഷ്യന് തിന്മകൾ ചെയ്ത് ജീവിക്കുവാനായിട്ട് കഴിയുകയും അത് അറിവിന്റെ ആരംഭമാണ്. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള വലിയ സങ്കടം. കാള അതിൻ്റെ യജമാനനെ അറിയുന്നു, കഴുത അതിൻ്റെ യജമാനന്റെ പുൽത്തൊട്ടി അറിയുന്നു. എൻ്റെ ജനം എന്നെ അറിയുന്നില്ല എന്നുള്ളതാണ്. എന്നെ അറിയുന്നില്ല, ദൈവത്തെ വേണ്ട പോലെ അറിയുന്നില്ല എന്നതാണ് നമ്മൾ ചെയ്യുന്ന ഗൗരവമായ പാപം. ദൈവത്തെ അറിഞ്ഞാൽ തെറ്റുകൾ ചെയ്യാനായിട്ട് നമുക്ക് കഴിയില്ല എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവഭയം അറിവിൻ്റെ ആരംഭമാണ്. അതുകൊണ്ട് ദൈവശാസ്ത്രമൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഈ നല്ല കള്ളന് പർദീസ അനുഭവത്തിൻ്റെ ഓഹരി ലഭിച്ചപ്പോൾ അവൻ കൂടെ കിടക്കുന്ന കള്ളനെയും കൊണ്ട് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുകയാണ്. ഇവന്റെ പ്രസംഗം കേട്ട് ഇടതുവശത്ത് കിടന്ന കള്ളൻ മാനസാന്തരപ്പെട്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടും. നമ്മൾ മരിച്ച സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നോക്കിയേക്കണം. മരിച്ച നമ്മൾ ആ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി നല്ല ഈ ഇടതുവശത്ത് കിടന്ന കള്ളൻ സ്വർഗത്തിലുണ്ടെങ്കിൽ അത് ആരുടെ ധ്യാനം കൊണ്ടും ആരുടെ പ്രാർത്ഥന കൊണ്ടുമാണ്? നല്ല കള്ളന്റെ ധ്യാനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും അല്ലേ? നോക്കിയേക്കണം. സ്വർഗത്തിൽ പോയോ ഇല്ലയോ എന്ന് വേദപുസ്തകത്തിൽ പറയുന്നില്ല. മാർപ്പാപ്പാമാർ ഇതുവരെയും അത് പ്രഖ്യാപിച്ചിട്ടുമില്ല. ഞാൻ പറഞ്ഞു വന്നത് കള്ളന്മാരുടെ പോലും ഒരാഗ്രഹം. കൂടെ കിടക്കുന്ന കള്ളനെയും കൊണ്ട് സ്വർഗത്തിൽ പോകും. കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്താണ്? ഒരപ്പൻ്റെ ഒരമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്താണ്? ഒരു അപ്പൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല കൂടെ കിടക്കുന്ന ആളെയും കൊണ്ട് സ്വർഗത്തിൽ പോകുക എന്നുള്ളതാണ്. കുഞ്ഞുങ്ങളെയും കൊണ്ട് സ്വർഗത്തിൽ പോകുക എന്നുള്ളതാണ്. ഒരപ്പൻ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മോശ
തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെയും കൊണ്ട് മോശ വാഗ്ദാന നാട്ടിലേക്ക് യാത്ര പോയതുപോലെ അമ്മയെയും മക്കളെയും കൊണ്ട് സ്വർഗത്തിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നവനാകണം ഒരു കുടുംബനാഥൻ. അമ്മ നരകത്തിൽ കിടക്കട്ടെ, 2 പിള്ളേര് കൂടെ പോരട്ടെ എന്നൊക്കെ ചിന്തിക്കുന്നത് ശരിയല്ലല്ലോ. ഒരു കുടുംബത്തിലുള്ള ആളുകൾ മുഴുവൻ അപ്പൻ്റെ കൂടെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയണം. അമ്മമാരുടെയും പ്രാർത്ഥനയും ജീവിതവുമൊക്കെ അത്തരത്തിലായിരിക്കണം. സ്വർഗത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് ഒരു കത്തോലിക്കൻ്റെ പ്രഥമമായ ആഗ്രഹമാണ്. അതിനേക്കാൾ വലിയ ചുമതലയൊന്നും നമുക്കില്ല. ദൈവത്തിൻ്റെ അടുക്കൽ എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത് എന്ന് നമുക്കൊക്കെയും അറിയാം. അതറിഞ്ഞുകൊണ്ടാണ് ഈ നല്ല കള്ളൻ പർദീസായിക്ക് വേണ്ടി ആഗ്രഹിക്കുകയും മറ്റുള്ളവരെ പർദീസായിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നത്. പഴയ ഒരു വേദപാഠ പുസ്തകം എനിക്ക് ഓർമ്മ വരുന്നു. ഇന്നുള്ള വേദപാഠ പുസ്തകം പോലെ ആയിരുന്നില്ല അത്. ഇന്നിപ്പോ 1-ാം ക്ലാസ്സിന് ഒരു പുസ്തകം, 2-ാം ക്ലാസ്സിന് ഒരു പുസ്തകം, 12-ാം ക്ലാസ്സിന് വേറെ പുസ്തകം, അങ്ങനെ 12 പുസ്തകങ്ങളിലൂടെയാ കുഞ്ഞുങ്ങൾ വിശ്വാസ പരിശീലനം പൂർത്തിയാക്കുക. പണ്ട് ഒറ്റ പുസ്തകമേ ഉള്ളൂ. പ്രായം ചെന്നവർക്കും പിള്ളേർക്കും എല്ലാം ഒറ്റ പുസ്തകം. എൻ്റെയൊക്കെ ഒപ്പം പ്രായമുള്ളവർ, ഇത്തിരി കൂടി പ്രായമുള്ളവർ പഠിച്ചത് ആ പഴയ വേദപാഠമാണ്. ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ചിലർ അതൊക്കെ ഓർമ്മിക്കുന്നുണ്ടാവും. ചോദ്യങ്ങളും ഉത്തരവും, ചോദ്യമുണ്ട് ഉടനെ ഉത്തരം, അങ്ങനെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുടെ ഒരു ചെറിയ പുസ്തകമാണ് ആദ്യകാലത്തെ വേദപാഠ പുസ്തകം. 1-ാമത്തെ ചോദ്യം, ആര് നിന്നെ സൃഷ്ടിച്ചു? ഏത് മണ്ടനും അറിയാം, ദൈവം എന്നെ സൃഷ്ടിച്ചു, അല്ലേ? ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത്. 2-ാമത്തെ ചോദ്യം, ദൈവം എന്തിന് നിന്നെ സൃഷ്ടിച്ചു? 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനോട്, അല്ല 12-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനോട് നമ്മൾ ചോദിക്കുന്നു എന്ന് കരുതുക, മോനെ ദൈവം എന്തിനാ നിന്നെ സൃഷ്ടിച്ചേ? ആ കൊച്ച് ഉത്തരം പറയും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? കൊച്ച് ഉടനെ പറയും, ഞാൻ പഠിച്ച പുസ്തകത്തിലൊന്നും ആ ചോദ്യവും ഇല്ല, ഉത്തരവും ഇല്ല, ചോദ്യം ഔട്ട് ഓഫ് സിലബസ്. പുസ്തകത്തിലില്ലാത്ത ചോദ്യത്തിന് എങ്ങനെ ഞാൻ ഉത്തരം പറയും? എന്നാൽ ഒരു 80 വയസ്സ് പ്രായമുള്ള അമ്മച്ചിയോട്, അമ്മച്ചി ദൈവം എന്തിനാണ് അമ്മയെ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ പ്രായം ചെന്ന അമ്മച്ചി പറയാൻ സാധ്യതയുള്ള മറുപടി എന്താ? ഞാൻ പറയാച്ച എന്നും പറഞ്ഞ് ചാടിയേറ്റ ഒരു ഉത്തരം പറയും. ദൈവത്തെ അറിഞ്ഞ്, ദൈവത്തെ സ്നേഹിച്ച്, ഊഴിയം ചെയ്ത് ദൈവത്തിൽ എത്തിച്ചേരുന്നതിനാണ് ദൈവം എന്നെ സൃഷ്ടിച്ചത്. ദൈവത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ പ്രാഥമികമായ ചുമതല. അതിന് ദൈവത്തെ അറിയണം, ദൈവത്തെ സ്നേഹിക്കണം, മറ്റുള്ളവർക്ക് സേവനം ചെയ്യണം, ഊഴിയം ചെയ്യണമെന്നൊക്കെയാ പഴയ വാക്ക്. ദൈവത്തെ സ്നേഹിച്ച്, അറിഞ്ഞ്, സ്നേഹിച്ച്, സേവനം ചെയ്ത് എനിക്ക് സ്വർഗത്തിലെത്തിച്ചേരണം. നമ്മൾ കത്തോലിക്കരുടെ 1-ാമത്തെ ആഗ്രഹം സ്വർഗത്തിൽ എത്തിച്ചേരണം എന്നുള്ളതാണ്. ആദത്തിന്റെ ഹവ്വായുടെ പാപത്തിന്റെ ഫലമായി സ്വർഗം അടയ്ക്കപ്പെട്ടിരുന്നു. ഈശോയുടെ കുരിശിന്റെ ബലിവഴിയായിട്ടാണ് അടയ്ക്കപ്പെട്ട പറുദീസ തുറക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് 4-ാമത്തെ അത്ഭുതമാണ്, കുരിശിന്റെ 4-ാമത്തെ അത്ഭുതമാണ്. അടഞ്ഞുകിടന്ന പറുദീസ നമുക്ക് വേണ്ടി ഈശോ തുറക്കുന്നതിനാണ് കുരിശിൽ മരിച്ചത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുകയും അതിന് ഉതകുന്ന പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുകയും ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ പാലാ സെന്റ് തോമസ് കോളേജിലെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞെന്നാ എനിക്ക് തോന്നുന്നു. ഞാൻ അവിടെ പോകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. ഒരു ഞായറാഴ്ച ഞാനവിടെ പ്രാർത്ഥിക്കാനായി പോയപ്പോൾ അന്നും അതുപോലെ പ്രസംഗിക്കുവാനുള്ള അച്ഛൻ വന്നില്ല. അപ്പോൾ ശുശ്രൂഷകരെ എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ കൂന്തനായി ഒന്ന് പ്രസംഗിക്കാവും. അച്ഛൻ വരികയില്ല എന്ന് പറഞ്ഞു. അച്ഛൻ്റെ പള്ളിയിലെ ഒരു ശവസംസ്കാര ശുശ്രൂഷ ഉണ്ട്, അതുകൊണ്ട് അച്ഛന് വരാനായിട്ട് വേറെ ആളെ അതിന് ക്രമീകരിക്കാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് വരികയില്ലെന്ന് ഞങ്ങളെ ഇപ്പോൾ അറിയിച്ചു, ഇത്തിരി മുമ്പ് അറിയിച്ചു. വേറെ ആളെ വിളിച്ചിട്ടൊന്നും കിട്ടിയില്ല. അച്ഛന് പറ്റുമെങ്കിൽ ഒന്ന് പ്രസംഗിക്കാവോ എന്ന് ചോദിച്ചു. എനിക്ക് പ്രസംഗിക്കാനായിട്ട് മടിയില്ല. ദൈവവചനം പ്രസംഗിക്കുന്നത്
ദൈവവചനം കേൾക്കുന്നത് പോലെ അനുഗ്രഹപ്രദമാണ് എന്ന് കരുതുന്നയാളാണ് ഞാൻ. പ്രസംഗം കേൾക്കുന്ന നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്നത് പോലെ പ്രസംഗം പറയുന്ന എന്നെയും ദൈവം അനുഗ്രഹിക്കും വചനം പറയുന്നത് കൊണ്ട്. ഞാൻ പോയി ഒരുങ്ങിയിട്ടൊന്നുമില്ല. ഞാൻ പോയി വളരെ എളുപ്പമുള്ള ഒരു പ്രസംഗം, എവിടെയോ നേരത്തെ പറഞ്ഞ ഒരു പ്രസംഗം പറഞ്ഞു. അബ്രാഹത്തിന്റെ മക്കളെ കുറിച്ചൊക്കെയാ പ്രസംഗിച്ച്. അബ്രാഹത്തിന് 2 പിള്ളേരുണ്ട്. മൂത്തത് ഇസ്മായേൽ, രണ്ടാമത്തേത് ഇസഹാക്ക്. ഈ 2 പിള്ളേരുടെ പ്രത്യേകതകളൊക്കെ ഞാനിങ്ങനെ പറഞ്ഞ് പ്രസംഗിക്കുക. 2 പിള്ളേര്, ഒന്ന് അബ്രാഹത്തിന്റെ നല്ല പ്രായത്തിലുണ്ടായ കൊച്ച് ഇസ്മായേൽ, വയസ്സനായ അബ്രാഹത്തിനുണ്ടായ കൊച്ച് ഇസഹാക്ക്. 2 തരം പിള്ളേരാ. ഒന്ന് അബ്രാഹത്തിന്റെ കഴിവ് കൊണ്ടുണ്ടായ കുഞ്ഞ്, രണ്ടാമത്തേത് ദൈവത്തിന്റെ കഴിവ് കൊണ്ടുണ്ടായ കുഞ്ഞ്. ഈ 2 കുട്ടികളും തമ്മിൽ ഇങ്ങനെ വ്യത്യാസമുണ്ട് എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ പോലും 2 തരമാണ്. നമ്മുടെ കഴിവ് കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനമുണ്ട്, ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനമുണ്ട്. 2 തരത്തിലെ നമ്മുടെ പ്രവർത്തനങ്ങളെ ഇസ്മായേൽ എന്നും ഇസഹാക്ക് എന്നും നമുക്ക് വിളിക്കാനായിട്ടാവും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇസ്മായേലിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുകയാണ്. തോഴിയിലുണ്ടായ ഒരു കുഞ്ഞാണ് ഇസ്മായേൽ. ഹാഗാർ എന്നു പേരുള്ള അടുക്കളക്കാരിയിൽ അബ്രാഹത്തിനുണ്ടായ കുഞ്ഞാണ് ഇസ്മായേൽ എന്ന് നമുക്കറിയാം. അപ്പൊ ഇസ്മായേലിനെ കുറിച്ചൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ പ്രസംഗം കേട്ടുകൊണ്ട് മുന്നിലിരുന്ന മധ്യവയസ്കയായ ഒരു സ്ത്രീ കരയാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവം, എൻ്റെ പ്രസംഗം കേട്ട് ഒരാൾ കരയുന്നു. അതിനേക്കാൾ ഒരു ധ്യാന ഗുരുവിന് സംതൃപ്തി നൽകുന്ന കാര്യം എന്താണ്? അപ്പോൾ ഞാൻ വീണ്ടും ഹാഗാറിനെ കുറിച്ച്, വീണ്ടും ഇസ്മായിലിനെ കുറിച്ചൊക്കെ ഇത്തിരി കൂടി ആവേശത്തോടെ പറയാൻ തുടങ്ങി. ഒരു സ്ത്രീയെ കരയിപ്പിക്കാൻ പറ്റില്ല. അതിനേക്കാൾ വലിയ നേട്ടം എന്താ? ചങ്കത്തൊടുന്ന പ്രസംഗമാണ് എന്ന വിധത്തിൽ ഞാൻ വീണ്ടും ഇങ്ങനെയൊക്കെ പറയുന്നു. അവരെ തുവാലയെടുത്ത് കണ്ണീര് തുടയ്ക്കുന്നു. 1 മണിക്കൂർ സമയം പോയത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. 1 മണിക്കൂറായി ഇത്തിരി കൂടി കഴിഞ്ഞപ്പോൾ ഒരു ശുശ്രൂഷകൻ ഒരു കുറിപ്പ് കൊണ്ടുവന്ന് തന്നു. അച്ഛാ, സ്വസ്ത്രകാഴ്ച എടുക്കാനുള്ള സമയമായി, ഇടവേള കൊടുക്കണം, ഒരു പാട്ട് പാടണം. ഞാൻ അന്നേരം നിർത്തി. ഇത്തിരി ചൂടുവെള്ളം കുടിച്ച് സ്റ്റേജിൻ്റെ സൈഡിൽ ഇരിക്കുന്ന സമയത്ത് ഈ സ്ത്രീ ശുശ്രൂഷകരോടൊക്കെ അനുവാദം ചോദിച്ച് എൻ്റെ അടുക്കും. എന്നിട്ട് അവർ വന്നപ്പോൾ ഞാൻ ആദരവോടെ എഴുന്നേറ്റ് നിന്നു. കാരണം എൻ്റെ പ്രസംഗം കേട്ട് കരഞ്ഞ ഒരു സ്ത്രീയാണ്, ഞാൻ ബഹുമാനിക്കണം. ആദരവോടെ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ അവരെ എൻ്റെ അടുക്കൽ കൈകൂപ്പി ഒരു അപേക്ഷ പറഞ്ഞു. പൊന്നച്ച, അടുത്ത പ്രസംഗത്തിൽ ഇനി ഹാഗാറിനെ കുറിച്ച് പറയരുത് കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചു, എൻ്റെ പ്രസംഗം കേട്ടപ്പോൾ നിങ്ങൾ കരയുന്നത് കണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ 10 മിനിറ്റ് പറയേണ്ട പ്രസംഗം 1.25 മണിക്കൂറായി വലിച്ചു നീട്ടിയത്. അതുകൊണ്ടാണ്, അഭിഷേകമുള്ള പ്രസംഗമായി തോന്നിയത് കൊണ്ടാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. അച്ഛാ, പ്രസംഗമൊക്കെ നന്നായിരുന്നു, പക്ഷേ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ വീട്ടിലെ കാര്യങ്ങളാണ്. എൻ്റെ ഭർത്താവിനും എൻ്റെ വീട്ടിലെ വേലക്കാരിയിൽ ഒരു കൊച്ചുണ്ടായി. ഇസ്മായിലിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആ ദൗർഭാഗ്യത്തെക്കുറിച്ച് ഓർത്ത് ഞാൻ ഇരിക്കുമായിരുന്നു. അച്ഛനായി ഹാഗാറിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എൻ്റെ വീട്ടിലുള്ള ഈ വേലക്കാരി പെണ്ണിനെ ഓർത്ത് ആ സങ്കടത്തിലാണ് ഞാൻ കരഞ്ഞത്, ആ വിഷമത്തിലാണ് ഞാൻ കരഞ്ഞത്. എൻ്റെ ഭർത്താവ് വേറൊരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നയാളുകൂടിയാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ദുഃഖമാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഈ പ്രസംഗം കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ഉടനെ പാട്ട് കഴിയുമ്പോൾ പ്രസംഗിക്കണമല്ലോ. ഞാൻ അവരുടെ അഭ്യർത്ഥന മാനിച്ച് 2ാമത്തെ പ്രസംഗത്തിൽ അബ്രാഹത്തെയും വിട്ടു, ഹാഗാറിനെയും വിട്ടു, ഇസഹാക്കിനെയും വിട്ടേച്ചു. ആർക്കും അപകടമില്ലാത്ത ചില വിഷയങ്ങളുണ്ട്. പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ നമുക്ക് പറയാമല്ലോ, തിരുവചനത്തെക്കുറിച്ചൊക്കെ പറയാമല്ലോ. അതൊക്കെ അധികം അപകടമില്ലാത്ത വിഷയങ്ങളാണെന്ന് ഞാൻ മനസ്സിലാക്കി. പ്രസംഗം കഴിഞ്ഞ് ദിവ്യകാരുണ്യ ആരാധന കഴിഞ്ഞ് ഈ സ്ത്രീ എൻ്റെ അടുക്കൽ വന്നു, പ്രാർത്ഥിക്കാവോ എന്നൊക്കെ ചോദിച്ചു വന്നു. അപ്പം ഞാൻ അവരുമായി സംസാരിക്കാനായിട്ട് ഇത്തിരി സമയം കൂടുതൽ ലഭിച്ചു. അവർ പറയുന്നത് 4 ദിവസം ഇങ്ങേരെ വേലക്കാരത്തി പെണ്ണിൻ്റെ അടുക്ക പോകും. ഗർഭചിത്രമൊന്നും നടത്തിയില്ല. അവൾ പ്രസവിച്ചു, കൊച്ചുണ്ടായി, മാറ്റി പാർപ്പിച്ചേക്കുക. കുറച്ച് അകലെ വേറൊരു വീടൊക്കെ മേടിച്ചു കൊടുത്ത് അവളെയും അവിടെ കുഞ്ഞിനെയും അവിടെ താമസിപ്പിച്ചിരിക്കുകയാണ്. 4 ദിവസം അവിടെ പോകും.
3 ദിവസം ഇവിടെ. എൻ്റെ അച്ഛ അങ്ങോട്ടാ പോകുന്നത് എന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ ഞാൻ അവരുടെ അടുക്കൽ പറഞ്ഞു, നിങ്ങൾ ലൈസൻസ് ഒക്കെ കൊടുത്തിട്ടല്ലേ, എങ്ങോട്ടാ പോണേ എന്ന് ചോദിക്കണം. ഒരു ജീവിത പങ്കാളിക്ക് അങ്ങനത്തെ ചില അധികാരങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത് എന്നൊക്കെ ചോദിക്കാതെ പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഇറക്കി വിട്ടാൽ മതിയോ? അപ്പോൾ അവര് എൻ്റെ അടുക്കൽ പറഞ്ഞു, അച്ഛ ആണുങ്ങളുടെ സ്വഭാവം അച്ഛന് കൃത്യമായി അറിയാത്തത് കൊണ്ടാണ്. അങ്ങേരുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയുണ്ട്, എങ്ങോട്ടാ പോകുന്നത് എന്നൊക്കെ ചോദിച്ച് ഞാൻ വഴക്ക് കൂടിയാൽ അങ്ങേരെ ഇങ്ങോട്ട് വരത്തില്ല, അത്രയേ ഉള്ളൂ. ആണുങ്ങളുടെ കയ്യിലൊക്കെ ഇഷ്ടം പോലെ പൈസയുണ്ട് അച്ഛ. ഇന്നിപ്പോൾ 3 ദിവസം എൻ്റെ അടുക്കൽ വരുന്നുണ്ടല്ലോ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അപ്പനെ കാണാനായിട്ട് 3 ദിവസം കഴിയുന്നുണ്ടല്ലോ. അതോർത്ത് ഞാൻ പോകുന്ന സമയത്ത് അരിശപ്പെടാറൊന്നുമില്ല. 3 ദിവസമെങ്കിലും വരുന്നുണ്ടല്ലോ, എൻ്റെ 2 പെൺകുഞ്ഞുങ്ങൾക്ക് അപ്പനെ കാണാനായിട്ട് പറ്റുന്നുണ്ടല്ലോ. ഇത്രയും കേട്ടപ്പോൾ ഞാൻ ഇത്തിരി മയപ്പെട്ടു. ഞാൻ അങ്ങനെ വഴക്കൊക്കെ പറയണം എന്ന കാര്യത്തിൽ നിന്ന് ഞാൻ ഇത്തിരി മയപ്പെട്ടു. പിള്ളേരുടെ കാര്യമെല്ലാം പറഞ്ഞപ്പോൾ എൻ്റെ ശ്രദ്ധ കുട്ടികളിലായി. ഞാൻ ചോദിച്ചു, മൂത്ത പെങ്കൊച്ചിന് 18 വയസ്സായോ എന്ന് ചോദിച്ചു. എന്നാ അച്ഛാ കാര്യം? ഞാൻ പറഞ്ഞു, പ്രായപൂർത്തിയാകുന്ന ഉടനെ തന്നെ പെൺപിള്ളേരെയെല്ലാം കെട്ടിച്ചു വിടണം. കാര്യം ഇപ്പൊ പൈസയൊക്കെ ഒത്തിരി ഉണ്ടെന്നല്ലേ പറഞ്ഞേ. പൈസയൊക്കെ കൊണ്ടുപോയി തീർക്കുന്നതിന് മുമ്പ് ഈ 2 പിള്ളേരെയും നല്ല സ്ഥാനത്തൊക്കെ നമുക്ക് എത്തിക്കണം, കെട്ടിച്ചൊക്കെ വിടണം എന്ന് കുട്ടികളോടുള്ള താല്പര്യം കൊണ്ട്, കോളേജിൽ പഠിപ്പിക്കുന്ന ആളായതുകൊണ്ട് ഞാനെന്നും ചെറുപ്പക്കാരുടെ കൂടെയാണല്ലോ ജീവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ചെറുപ്പക്കാരോട് എനിക്ക് മനസ്സുകൊണ്ട് ഒരു വലിയ അടുപ്പമുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഞാൻ പറഞ്ഞത്, ഈ പിള്ളേരെയെല്ലാം നമുക്ക് പെട്ടെന്ന് കെട്ടിച്ചു വിടണം. അച്ഛാ പിള്ളേരുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അച്ഛൻ ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ്റെ അടുക്കൽ ഞാൻ പ്രാർത്ഥിക്കാനായി വന്നത്. ഞാൻ ചോദിച്ചു, എന്താ ചെയ്യണ്ടേ? അച്ഛാ, എൻ്റെ കെട്ടിയോൻ മാനസാന്തരപ്പെട്ട് അവളെ ഉപേക്ഷിച്ച് ഒക്കെ എൻ്റെ അടുത്തേക്ക് വരണം എന്ന് ഞാൻ പിടിവാശിയൊന്നും പിടിക്കുന്നു. ചില പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമില്ലാത്തതാണെന്ന് എനിക്കറിയാം. കൊച്ചുണ്ടായിപ്പോയില്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവളെ ഉപേക്ഷിക്കാൻ പറ്റുമോ? കുഞ്ഞിന് അപ്പനില്ല എന്ന് വന്നാൽ അത് ശരിയാവുമോ? എൻ്റെ അച്ഛ, എനിക്ക് ഒരു എത്തും പിടിയൊന്നും കിട്ടുന്നില്ല. അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല. അച്ഛൻ കുർബാന ചൊല്ലുമ്പോൾ, തിരുവോസ്തി എടുത്ത് ഉയർത്തുമ്പോൾ, കാസായി എടുത്ത് പൊക്കുമ്പോൾ അച്ഛന് ഒരു കാര്യം നിയോഗമായി എൻ്റെ ഒരു കാര്യം കൂടി ചേർത്ത് വെക്കാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു, എന്താ? അവരെൻ്റെ അടുക്കൽ പറഞ്ഞു, അച്ഛാ, ഇന്ന് എൻ്റെ ഭർത്താവ് മരിച്ചാൽ അവൻ സ്വർഗത്തിൽ പോകും. ഇങ്ങനെ മോശമായി ജീവിക്കുന്ന ഒരാൾ മരണമടഞ്ഞാൽ സ്വർഗത്തിൽ പോകുമോ? അതുകൊണ്ട് അച്ഛൻ കുർബാന ചെല്ലുമ്പോൾ ഇത്രയും പ്രാർത്ഥിച്ചാൽ മതി, സ്വർഗത്തിൽ പോകാവുന്ന ഒരവസ്ഥയിലേക്ക് എൻ്റെ ഭർത്താവിനെ കൊണ്ടുവരണേ. സ്വർഗത്തിൽ എൻ്റെ ഭർത്താവ് മരിച്ച സ്വർഗത്തിൽ പോകണം. സ്വർഗത്തിൽ കൊണ്ടുപോകാവുന്ന ഒരവസ്ഥയിലേക്ക് എൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്ന ഒരവസ്ഥ എൻ്റെ ഭർത്താവിന് കൊടുക്കണമേ എന്ന് വിശുദ്ധ കുർബാനയിൽ അച്ഛനൊന്ന് 2ാം നിയോഗം വെച്ച് ഒന്ന് പ്രാർത്ഥിക്കാവോ എന്നൊക്കെ ഈ സ്ത്രീ എൻ്റെ അടുക്ക് ചോദിച്ചു. ഞാൻ ഒത്തിരി മയമായി. സെമിനാരിയിൽ വെച്ച് ആരും കുടുംബജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട നിയോഗം സ്വർഗത്തിൽ പോകാനുള്ളതാണെന്ന് ആരും പഠിപ്പിച്ചിരുന്നില്ല. ഈ സ്ത്രീ എന്നെ പഠിപ്പിക്കുകയാണ്. മധ്യവയസ്കയായ ഈ സ്ത്രീ എനിക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും വലിയ സന്ദേശം കുടുംബജീവിതം ഒന്നിച്ച് സ്വർഗത്തിൽ പോകാനുള്ളതാണ് എന്ന സന്ദേശം. എൻ്റെ ഭർത്താവും സ്വർഗത്തിൽ കാണണമെന്ന് ഈ സ്ത്രീ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഭാര്യാഭർത്താക്കന്മാരായി ദൈവം നിങ്ങളെ ഒന്നിപ്പിച്ചിരിക്കുന്നത് 2 പേരും കൂടെ ഒന്നിച്ച് സ്വർഗത്തിൽ പോകുന്നതിനാണ്. ഭർത്താവ് നരകത്തിൽ കിടക്കട്ടെ, ഞാൻ സ്വർഗത്തിൽ പോയേക്കാം എന്ന് എങ്ങനെ ഒരു സ്ത്രീക്ക് കരുതാൻ പറ്റും? തിരികെയും 2 പേരും കൂടെ ഒന്നിച്ച് സ്വർഗത്തിൽ പോകണം. കുട്ടികളെയും കൊണ്ട് നമുക്ക് സ്വർഗത്തിൽ പോകണം. നിങ്ങളുടെ കുട്ടികൾ പഠിച്ച് വലുതാകുമ്പോൾ അയർലൻഡിന് പോകുന്നത് സന്തോഷകരമായ കാര്യമാണ്. എനിക്ക് അതിന് എതിരൊന്നുമില്ല. അവർ ആസ്ട്രേലിയയിലേക്കോ കാനഡയിലേക്കോ അമേരിക്കയിലോ ഇംഗ്ലണ്ടോ ഒക്കെ പൊക്കോട്ടെ. അവിടെയൊക്കെ പോയി നല്ല ജോലി ചെയ്ത് ഇത്തിരി കാശൊക്കെ അവർ വീടുകളിലേക്കൊക്കെ അയച്ചു കൊടുക്കുന്നത് എനിക്ക് സന്തോഷകരമായ കാര്യമാണ്. എന്നാൽ കുട്ടികൾ അമേരിക്കയിൽ പോകണമെന്ന് അപ്പന്മാർ ആഗ്രഹിച്ചാൽ മാത്രം പോരാ.
കുട്ടികൾ അമേരിക്കയിൽ പോയാൽ മതി എന്ന് മാത്രം ആഗ്രഹിച്ചാൽ പോരാ. കുട്ടികൾ അമേരിക്കയിൽ പോകുന്നത് പോലെ തന്നെ അതിനേക്കാൾ പ്രധാനമായി എൻ്റെ കുഞ്ഞുങ്ങൾ സ്വർഗത്തിൽ ചെല്ലുന്നതിനുള്ള കുഞ്ഞുങ്ങളാകണം എന്ന് ഒരപ്പൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഒരപ്പൻ്റെ പ്രധാനപ്പെട്ട ചുമതലയാണ്, അമ്മയുടെ പ്രധാനപ്പെട്ട ചുമതലയാണ്. പ്രിയമുള്ളവരെ, സഭയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് അമ്മയുടെ അപ്പൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ചുമതലകളിൽ ഒന്നാണ്. കല്യാണ സമയത്ത് കൃത്യം പറയുന്നുണ്ട്, നിങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ സഭയോട് ചേർത്ത് വളർത്തിക്കൊള്ളാമെന്ന് അന്ന് കുർബാനയിലെ കാറോസുസ പ്രാർത്ഥനയിൽ തലകുലുക്കി നിങ്ങൾ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. കുഞ്ഞുങ്ങളെ ദൈവത്തിന് ഇഷ്ടപ്പെട്ട തരത്തിൽ വളർത്തി വലുതാക്കുക, സ്വർഗത്തിൽ പോകാവുന്ന വിധത്തിൽ കുടുംബത്തിലുള്ള ഓരോ അംഗത്തെയും ഒരുക്കുക എന്നുള്ളത് അമ്മയുടെ അപ്പൻ്റെ ഗൗരവമായ ചുമതലയാണ് എന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ മരണമടഞ്ഞാൽ സ്വർഗത്തിൽ പോകണം, നമ്മളും സ്വർഗത്തിൽ പോകണം. എല്ലാവരും കൂടെ ഒന്നിച്ച് സ്വർഗത്തിൽ പോകാനായിട്ട് കഴിയണം. നമ്മുടെ കുടുംബം മാത്രം പോയാൽ പോരാ, ഈ ഇടവകയിലുള്ള എല്ലാവരും ദൈവസന്നിധിയിലേക്ക് യാത്രയാകേണ്ട ഒരു ദിവസം വരും. ഞാൻ നല്ല സമ്പ്രദായന്റെ കഥ പറഞ്ഞു എന്ന് കരുതുന്നു. ഈശോയുടെ രണ്ടാമത്തെ വരവ് വരെ പ്രാർത്ഥിച്ചിരിക്കാനുള്ള സ്ഥലമാണ് ഇടവക എന്ന് ഞാൻ പറഞ്ഞതാണ്. ഇടവക ദേവാലയം എന്ന് പറയുന്നത് ഈശോയുടെ വലിയ സ്നേഹത്തിൻ്റെ അടയാളമാണ്. ഈ അൾത്താരയുടെ ചുറ്റിലും ഈ ദേവാലയത്തിൽ ഈശോയുടെ രണ്ടാമത്തെ വരവ് വരെ പള്ളി വന്നും പ്രാർത്ഥിച്ചും ഒരു പട്ടക്കാരനോട് ചേർന്ന് നിന്നും ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരണമടഞ്ഞ പള്ളിയോട് ചേർന്നുള്ള സിമിത്തേരിയെ കൊണ്ടെന്ന് നമ്മൾ സംസ്കരിക്കും. എന്തിനാ? രണ്ടാമത് ഈശോ പ്രത്യക്ഷപ്പെടുമ്പോൾ, വാനമേഘങ്ങളിൽ ഈശോ പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മളെല്ലാവരോടും ഒന്നിച്ച് ഈശോയുടെ അടുത്തേക്ക് യാത്രയാകും. രണ്ടാമത്തെ വിധിയെക്കുറിച്ചുള്ള പ്രത്യാശ നിറഞ്ഞ ഒരു മനസ്സ് കത്തോലിക്കരായ നമുക്കൊക്കെയുണ്ട്. ഈ ദേവാലയത്തിൽ അവൻ്റെ രണ്ടാമത്തെ വരവ് വരെ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ആളുകളെല്ലാം വിശുദ്ധ കുർബാനയുടെ യോഗ്യതയാൽ, തിരുവചനത്തിൻ്റെ യോഗ്യതയാൽ, ഈശോ കുരിശിൽ മരിച്ചതിൻ്റെ രക്ഷണീയമായ കാര്യത്താൽ സ്വർഗത്തിലേക്ക് കയറിപ്പോകാനുള്ള അവസരം വരും എന്നും കരുതി കാത്തിരിക്കുന്നവരാണ്. അതുകൊണ്ടാവാം തിരുനാളിൻ്റെ സമയത്ത് പ്രദക്ഷിണമൊക്കെ നടത്തുന്നത്. വലിയ പെരുന്നാളിന് ഇവിടെയും പ്രദക്ഷിണമൊക്കെ ഇല്ലേ? പാട്ടുകുർബാന കഴിഞ്ഞ് വികാരിയച്ഛന്മാർ പ്രദക്ഷിണം തുടങ്ങുന്നതിന് മുമ്പ് എന്നാ പറയും? നമ്മളെ പരിശുദ്ധ കുർബാനയെല്ലാം കഴിഞ്ഞു, ഇനി പ്രദക്ഷിണമാണ്. ആരെങ്കിലും ഒരു മരക്കുരിശെടുത്ത് മുന്നിലേക്ക് ഇറങ്ങുക, സ്വർണ്ണക്കുരിശും വെള്ളിക്കുരിശും ഒക്കെ എടുത്തു, കൊടകളും കൊടികളും എല്ലാം എടുക്കുക. കുട്ടികൾ വിശുദ്ധന്മാരുടെ തിരുസ്വരൂപങ്ങളെ ക്രമമനുസരിച്ചെടുക്കുക. വാദ്യമേളങ്ങളെ പിന്നെ പോകട്ടെ. ഈ കുരിശിൻ്റെ പിന്നാലെ നമുക്ക് താഴത്തെ കപ്പേള വരെയാണോന്നൊന്നും എനിക്കറിയില്ല. ഇവിടുത്തെ വികാരിയച്ഛൻ പറയുന്ന കാര്യം ഞാൻ കേട്ടിട്ടില്ല. പള്ളി പെരുന്നാളിന് ഞാൻ പ്രസംഗിക്കാനൊക്കെ വന്നിട്ടുണ്ട്. കപ്പേള ചുറ്റി പള്ളിയിലേക്ക് പ്രദക്ഷിണം വരികയാണ്. എത്തേണ്ടിടത്തെത്തുവാൻ ഇനി എത്രയുണ്ട് എന്നറിയാത്ത യാത്രയിൽ തമ്മിച്ചുമലത്ത് ചുവട് വെച്ചുന്മതൻ വിഷാദങ്ങളൊക്കെ പങ്കുവെച്ച് നമ്മൾ യാത്ര ചെയ്യേണ്ട ഒരു വലിയ യാത്രയുണ്ട്. സ്വർഗത്തിലേക്കുള്ള യാത്രയുണ്ട്. ആ സ്വർഗത്തിലേക്കുള്ള യാത്രയെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ മരക്കുരിശിന്റെ പിന്നാലെ പ്രദക്ഷിണ സമയത്ത് തോളോട് തോള് ചേർന്ന് വിശുദ്ധന്മാരുടെ തിരുസ്വരൂപങ്ങളുമേന്തി നമ്മൾ യാത്ര ചെയ്യുന്നത്. സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യാനുള്ള ഒരു ദിവസം വന്നു ചേരും എന്ന് ഓരോ വിശുദ്ധന്റെയും തിരുനാൾ ആഘോഷിക്കുമ്പോൾ, പ്രദക്ഷിണത്തിൽ പങ്കുചേരുമ്പോൾ സഭ നമ്മോട് പറയുകയാണ്. സ്വർഗത്തിലേക്കുള്ള യാത്രയാണ് നമ്മൾ നടത്തേണ്ടതെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടിയാണ് തിരുവചന ധ്യാനത്തിൽ നമ്മൾ പങ്കുചേരുന്നത്, വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നത്. ദിവ്യകാരുണ്യത്തെക്കുറിച്ച് ഈശോ പറഞ്ഞു, ഇത് ജീവന്റെ അപ്പമാണ്, ഈ അപ്പം ഭക്ഷിക്കുന്നവ മരിക്കുകയില്ല എന്ന് ഈശോ പറഞ്ഞു. നിത്യജീവൻ അവർക്ക് ലഭിക്കും. അങ്ങനെയാണ് കുർബാനയെക്കുറിച്ചൊക്കെ ഈശോ പറഞ്ഞിട്ടുള്ളത്. കുർബാന നല്ല പൊതിച്ചോറ്. പള്ളിക്കുടത്തിലേക്ക് പോകുന്ന ഒരു കൊച്ചിന് അമ്മ പൊതിച്ചോറ് കെട്ടിക്കൊടുക്കലേ. പൊതിച്ചോറ് കെട്ടി അമ്മ ഒരു കുഞ്ഞിന് കൊടുക്കുന്നത് എന്തിനാ? ഉച്ചയാകുമ്പോൾ വിശക്കുമ്പോൾ ഈ കൊച്ച് ഈ ചോറ് ഉണ്ണട്ടെ. 2ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചപ്പോൾ ഒരു പാഠം ഇങ്ങനെ ആയിരുന്നു എന്നെനിക്ക് തോന്നുന്നു. 2ാം ക്ലാസ്സിൽ 62 വയസ്സ് പ്രായമുള്ളവരൊക്കെ
2ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്നോടൊപ്പം ഈ പാഠവും പഠിച്ചിട്ടുണ്ടാവാൻ ഇടയുണ്ട്. അമ്മ എനിക്ക് കാച്ചിയ പാൽ തരും, അത് കുടിക്കാൻ ഞാൻ അമ്മ കരയും. എന്തിനാണ് അമ്മ കരയുന്നത്? ഞാൻ അച്ഛനെ പോലെ ആകണം, അമ്മയുടെ ആഗ്രഹമാണ്. പഠിച്ചിട്ടുണ്ടല്ലേ? 2ാം ക്ലാസ്സിലെ പാഠമായിരുന്നു എന്ന ഞാൻ ഓർമ്മിക്കുന്നത്. നല്ല വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. അതുകൊണ്ടാണ് 2ാം ക്ലാസ്സിലെ കാര്യങ്ങൾ പോലും ഞാനിപ്പോൾ ഓർത്തിരിക്കുന്നത്. അമ്മ എനിക്ക് കാച്ചിയ പാൽ തരും, അത് കുടിക്കാൻ ഞാൻ അമ്മ കരയും. എന്തിനാണ് അമ്മ കരയുന്നത്? ഞാൻ അച്ഛനെ പോലെ ആവണം. ഞാൻ അതിനെ ഒന്ന് തിരുത്തുന്നു എന്നേ ഉള്ളൂ. സഭ എനിക്ക് വിശുദ്ധ കുർബാന തരും, അത് സ്വീകരിക്കാതിരുന്നാൽ അമ്മയാകുന്ന സഭ കരയും. എന്തിനാണ്? ഞാൻ ദൈവത്തെ പോലെ ആയിത്തീരണം, ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തണം. സ്വർഗത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ തിരുസഭാ മാതാവ് നമുക്ക് വേണ്ടി പൊതിഞ്ഞു കെട്ടിത്തരുന്ന പൊതിച്ചോറാണ്, വഴിയപ്പമാണ് വിശുദ്ധ കുർബാന എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. നമ്മൾ തിരുവചനം സ്വീകരിക്കുന്നതും വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നതും എല്ലാം സ്വർഗത്തിൽ ചെന്ന് പറ്റുന്നതിന് വേണ്ടിയാണെന്ന് സഭ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് നമ്മളുടെ പ്രഥമമായ ചുമതലയായി പരിഗണിക്കുകയും അതിനു വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയും ചെയ്യണം. സ്വർഗത്തിലേക്ക് വളരെ പെട്ടെന്ന് കയറിപ്പോകാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. അതിനുള്ള വാതിലൊക്കെ ഈശോ തുറന്നിട്ടുണ്ട്. ഈശോയുടെ കുരിശിനെ ബലിവഴിയായി പർദീസ എല്ലാം തുറന്നു കഴിഞ്ഞു. ഈശോ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വാസസ്ഥലം ഞാൻ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ പ്രവൃത്തികളുടെ തോതനുസരിച്ച് ദൈവം സ്വർഗത്തിൽ വാസസ്ഥലങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. ഈശോ കൂട്ടിക്കൊണ്ടുപോകാൻ വരികയും ചെയ്യും. ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രാഥമികമായ ഘടകങ്ങളാണ്. സ്വർഗം ഇങ്ങനെ തുറന്നിട്ടാലും സ്വർഗത്തിലേക്ക് കയറിപ്പോകാൻ കുറച്ച് പരീക്ഷണങ്ങൾ നമ്മൾ ജയിക്കേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വിമാനത്തിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. നമുക്ക് ഇങ്ങനെ ടിക്കറ്റ് കിട്ടുമ്പോൾ തന്നെ വിമാനം എപ്പോഴാണ് പോകുന്നേ, അത് എപ്പോഴാണ് വിമാനത്തെ കയറേണ്ട സമയം എന്നൊക്കെ നമുക്ക് അടിച്ചു തരും. ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എന്ന് കരുതി, വിമാനം സ്റ്റാർട്ടാക്കി അവിടെ ഇട്ടിട്ടുണ്ട് എന്ന് കരുതി ഓടിച്ചെല്ലുന്നത് നമ്മളെ ആരും വിമാനത്തിലേക്ക് എതിരേറ്റ് കൊണ്ടുപോകുകയില്ല. എത്രയെത്ര കടമ്പകൾ അല്ലേ? നമുക്കറിയാം, സാധനങ്ങളൊക്കെ പരിശോധിക്കും, സ്ക്രീനിങ് ഉണ്ട്. ടിക്കറ്റ് തന്നവരുടെ അടുക്ക പോയി നമ്മൾ ബോർഡിംഗ് പാസ് മേടിക്കണം, ദേഹപരിശോധന നടത്തും. അങ്ങനെ എത്രയെത്ര കടമ്പകൾ കടന്നാലാ വിമാനത്തേലൊന്ന് കയറാൻ പറ്റുന്നത്. സ്വർഗത്തിൽ കയറാൻ പറ്റുന്നതിന് മുമ്പും ഇതുപോലെ അനേകം കടമ്പകൾ കടക്കണം എന്ന് ഞാൻ കരുതുകയാണ്. അന്ത്യവിധിക്ക് മുമ്പായി അനേകം വിധികളുണ്ട് എന്ന് ഈശോ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടല്ലോ. സമയക്കുറവുള്ളത് കൊണ്ട് ഞാനൊന്ന് സൂചിപ്പിക്കുക മാത്രം ചെയ്യുന്നു. ഒരു 4-5 കടമ്പകൾ കടന്നാലേ നമുക്ക് അന്ത്യവിധിയിൽ ഈശോയുടെ വിധിയുടെ അടുത്തേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയുകയുള്ളൂ. അവസാനം ഈശോ നമ്മളെ ഇടതും വലതുമായിട്ട് തിരിക്കും. വലതുവശത്ത് നിൽക്കുന്നവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം കിട്ടും. അതിനു മുമ്പായി പലയിടങ്ങളിലും നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ ഗേറ്റിങ്കൽ ഇരിക്കുന്നത് അപ്പസ്തോലന്മാരായിരിക്കും. 12 അപ്പസ്തോലന്മാർ ആദ്യത്തെ പരിശോധന നടത്താൻ വേണ്ടി അപ്പസ്തോലന്മാരുടെ കൂടെ മെത്രാന്മാരും കാണുമെന്ന് ഞാൻ കരുതുന്നു. കുറെ ആളുകൾ ഉള്ളത് കൊണ്ട് മെത്രാന്മാരും അപ്പസ്തോലന്മാരുടെ പിൻഗാമിയാണല്ലോ. ഈ സൂചന നൽകുന്നത് അപ്പസ്തോലന്മാർ ഒരിക്കൽ ഈശോയുടെ അടുക്ക ചോദിച്ചു, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്റെ കൂടെ കൂടിയിരിക്കുകയാണല്ലോ, ഞങ്ങൾക്ക് എന്ത് പ്രതിഫലം തരും എന്ന് ചോദിച്ചപ്പോൾ ഈശോ മറുപടി പറഞ്ഞു, നിങ്ങൾ 12 പേരും 12 സിംഹാസനങ്ങളിലിരുന്ന് 12 ഗോത്രത്തിൽപ്പെട്ട മനുഷ്യരെ വിധിക്കും. വിധി, ആദ്യത്തെ വിധി അപ്പസ്തോലന്മാരെ ഏൽപ്പിച്ചേക്കുക. സ്വർഗത്തിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കാൻ അവിടെ അപ്പസ്തോലന്മാരുണ്ടാവും, രൂപത അധ്യക്ഷന്മാരുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. അവര് പരിശോധിക്കുന്നത് നമ്മുടെ സമർപ്പണത്തിന്റെ സർട്ടിഫിക്കറ്റാണ്. അവര് പറഞ്ഞത്, എല്ലാം ഉപേക്ഷിച്ച ഞങ്ങൾക്ക് നീ എന്ത് പ്രതിഫലം തരും എന്നാ ചോദിച്ചേ. അപ്പോഴാ പറഞ്ഞ് 12 സിംഹാസനങ്ങളിലിരുന്ന് 12 ഗോത്രത്തിലുള്ള ആളുകളെ നിങ്ങൾ വിധിക്കും. സമർപ്പണത്തിന്റെ തോത്
ഞാനൊരച്ഛനായതുകൊണ്ട് എൻ്റെ വൈദിക ജീവിതത്തിലെ സമർപ്പണം എങ്ങനെയാണ് എന്ന് അവിടെ ഇരിക്കുന്ന ഒരു അപ്പസ്തോലൻ പരിശോധിക്കും. കുടുംബജീവിതം നയിക്കുന്നവർ അവരുടെ സമർപ്പണം എങ്ങനെയാണെന്ന്, എത്ര മാർക്ക് കൊടുക്കാമെന്ന് അവർ പരിശോധിക്കും എന്ന് ഞാൻ കരുതുകയാണ്. രണ്ടാമത്തെ ഗേറ്റിലിരിക്കുന്ന ആളുകള് എനിക്ക് തോന്നുന്നു നിനിവേക്കാരാണ്. ഒരിക്കൽ ഈശോ പറഞ്ഞു, നിനിവേ നിവാസികൾ ഉയർത്തെഴുന്നേറ്റ് നിങ്ങളെ കുറ്റം വിധിക്കും. നമുക്ക് അത്ര ഇഷ്ടമൊന്നും ആയില്ല. നിനിവേക്കാര് അല്ലെ, അമ്പാർ നിരപ്പേലുള്ളവരെ വിധിക്കാൻ വേണ്ടി അവിടെ വന്നിരിക്കുന്നത് നമുക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമില്ല. അപ്പോസ്തലന്മാർ പോട്ടെ, പാവങ്ങളല്ലേ, ഞങ്ങളുടെ സർട്ടിഫിക്കറ്റൊക്കെ കാണിച്ചേക്കാം. ഈശോ പറഞ്ഞു, നിനിവേക്കാർ എഴുന്നേറ്റ് വന്ന് നിങ്ങളെ കുറ്റം വിധിക്കും. നിനിവേക്കാർക്ക് ഇത്ര പ്രൗഢി കിട്ടാനുള്ള കാരണം എന്താ? നിനിവേക്കാരെ ഏറ്റവും മുട്ടാളന്മാരായ മനുഷ്യരാണ്. യോനാ പ്രവാചകനോട് നിനിവേയിൽ പോയി പ്രസംഗിക്കാൻ ദൈവം ആവശ്യപ്പെട്ടപ്പോൾ പേടിച്ച് അവർ തല്ലിക്കൊല്ലുമെന്ന് മനസ്സിലാക്കി താർശിഷിലേക്ക് കപ്പൽ കയറിയ ആളാ യോനാ പ്രവാചകൻ. എന്നാലും ദൈവം വിട്ടില്ല. കപ്പൽ മുങ്ങാൻ തുടങ്ങിയപ്പോൾ പ്രാർത്ഥിച്ച് ഇവനെ എടുത്ത് അവര് കടലിലേക്ക് എറിഞ്ഞു. തിമിംഗലം ഉടനെ ചെന്ന് വിഴുങ്ങി നിനിവേയുടെ തീരത്ത് ഛർദ്ദിച്ചു. ഇനി പ്രസംഗിക്കാതിരിക്കാൻ പറ്റുമോ? താർശിഷിലേക്ക് പോയവനെ വരച്ചവരെ ദൈവം കൊണ്ടുവന്നു. ഇനി പ്രസംഗിക്കാതിരിക്കാനായിട്ടാവില്ല. മടിച്ചാണെങ്കിലും യോനാ പ്രവാചകൻ നിനിവേയിൽ തിരുവചനം പ്രസംഗിച്ചു. ഇതുപോലെ വചനം സ്വീകരിച്ച ഒരു ജനസമൂഹം വേദപുസ്തകത്തിലില്ല. ഈ പ്രസംഗം കേട്ടപ്പോൾ തെമ്മാടികളായ ആളുകൾ മുഴുവൻ മാനസാന്തരപ്പെടുകയും ഉപവാസമെടുക്കുകയും ചാക്ക് വസ്ത്രം അണിയുകയും ചെയ്തു എന്ന് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നിഷ്കളങ്കരായ മനുഷ്യരായി മാറി എന്ന് മാത്രമല്ല, അവരെ കന്നുകാലികൾക്കും ഭക്ഷണം കൊടുത്തില്ല. ഞങ്ങൾ ഉപവസിക്കുമ്പോൾ നീ തിന്നണ്ട എന്നും പറഞ്ഞ് കന്നുകാലിക്ക് ഭക്ഷണം കൊടുത്തില്ല. ഒരു ചാക്ക് വസ്ത്രമൊക്കെ കന്നുകാലികൾക്കും തയ്പ്പിച്ചിട്ടു. എത്ര നിഷ്കളങ്കരായ മനുഷ്യരാ! യോനായുടെ പ്രസംഗം കേട്ട് ഇതുപോലെ മാനസാന്തരപ്പെട്ട മനുഷ്യൻ ആരെയും ശിക്ഷിക്കുവാൻ അവർക്കായില്ല. എല്ലാവരും രക്ഷപ്പെട്ടു. അതുകൊണ്ട് ദൈവം നിനിവേക്കാരോട് പറഞ്ഞു, സ്വർഗം തേടി ആരെങ്കിലും വരുമ്പോൾ രണ്ടാമത്തെ ഗേറ്റിലിരുന്ന് തിരുവചനത്തിന് കൊടുത്ത വിലയെക്കുറിച്ച് നിങ്ങൾ പരിശോധന നടത്തണം. തിരുവചനത്തിന് നമ്മൾ കൊടുത്ത വിലയെക്കുറിച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കുവാനുള്ള ചുമതല നിനിവേക്കാർക്ക് ദൈവം കൊടുത്തോ എന്നെനിക്കറിയും. അങ്ങനെ ഈശോ പറഞ്ഞതാ, നിനിവേക്കാർ എഴുന്നേറ്റ് വന്ന് നിങ്ങളെ കുറ്റം വിധിക്കും. അടുത്ത ഗേറ്റ് ചെന്നപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമായി. അവിടെ ഒരു സ്ത്രീ എൻ്റെ സർട്ടിഫിക്കറ്റ് നോക്കാൻ വേണ്ടി ഇരിക്കും. അങ്ങനെ പെണ്ണുങ്ങളിപ്പോൾ അച്ഛന്മാരെയൊക്കെ വിധിക്കാൻ വേണ്ടി അവിടെ ഇരിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമായിരുന്നില്ല. ആണുങ്ങൾ അത് ഇഷ്ടപ്പെടുവോ എന്ന് അത്രയൊന്നും എളിമയില്ലാത്തത് കൊണ്ട് ഇത്തിരി ഇഷ്ടക്കേടായി എനിക്ക് തോന്നി. ഈശോ പറഞ്ഞു, ഷീബാരാജ്ഞി ഉയർത്തെഴുന്നേറ്റ് വന്ന് നിങ്ങളെ കുറ്റം വിധിക്കും. അവിടെ ഇരിക്കുന്നത് ഷീബാരാജ്ഞിയാണ്. അവളെ പരിചയമുണ്ടോ? സോളമൻ്റെയൊക്കെ അടുത്ത് പോയ ഒരു സ്ത്രീയാണ്. സോളമൻ്റെയൊക്കെ അടുത്ത് പോയി അവൻ്റെ വിജ്ഞാനം പരിശോധിക്കാനൊക്കെ ആയിട്ട് പോയി വിജ്ഞാനത്തിന് വേണ്ടി ദീർഘദൂരം യാത്ര ചെയ്ത ഒരു സ്ത്രീ. മിക്കവാറും സ്ത്രീകളെ കുറിച്ചുള്ള ഒരു പരാമർശം പത്രം പോലും വായിക്കായിരുന്നു അല്ലേ? നുണയാ. പത്രമൊക്കെ വായിക്കുന്നവരാണ് നിങ്ങൾ എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. ഈ ഷീബാരാജ്ഞിയാണ് വിജ്ഞാനം കിട്ടാൻ വേണ്ടി ഏറ്റവും യാത്ര ചെയ്തത്. എവിടുന്നൊക്കെ ജ്ഞാനം കിട്ടുമോ അവിടെയൊക്കെ അവൾ പോയിട്ടു. എന്തേലും യാത്ര ചെയ്ത സോളമൻ്റെ അടുത്ത് വന്ന് ജ്ഞാനത്തിന് വേണ്ടി ക്ലേശങ്ങൾ ഏറ്റെടുക്കാൻ അവൾ തയ്യാറായി. മാത്രമല്ല, സോളമന് ഏറ്റവും കൂടിയ സമ്മാനങ്ങളൊക്കെ കൊടുത്തത് ഷീബാരാജ്ഞി. അതുകൊണ്ടാവും ഈശോ പറഞ്ഞു, ഷീബാരാജ്ഞി എഴുന്നേറ്റ് വന്ന് നിങ്ങളെ കുറ്റം വിധിക്കും എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെലവഴിച്ചിട്ടുണ്ട്? ജ്ഞാനം കിട്ടാൻ വേണ്ടി എത്ര പുസ്തകം വായിച്ചിട്ടുണ്ട്? ജ്ഞാനം കിട്ടാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട് എന്ന് ദൈവം പരിശോധിച്ച് നോക്കുമെന്ന് ഷീബാരാജ്ഞിയെക്കുറിച്ചുള്ള ഈ അറിയിപ്പ് എന്നെ ഓർമ്മപ്പെടുത്തുക. ചിലപ്പോൾ ഞാനിങ്ങനെ കൗതുകത്തിൽ ചില സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. ഒരു പെൺകുട്ടിയുടെ കല്യാണം എല്ലാം കഴിഞ്ഞു. പഴയ രീതി അനുസരിച്ചാണെങ്കിൽ വ്യാഴാഴ്ച പെണ്ണിനെ കൊണ്ടുപോയി വിടുന്ന ചടങ്ങ്. ഇന്നിപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്.
പെണ്ണിനെ പണ്ട് കൊണ്ടുപോയി വിടുന്ന ചടങ്ങ് അലമാരിയൊക്കെ കൊണ്ടുപോകും അല്ലേ, ജംഗമ സാധനങ്ങളൊക്കെ കൊണ്ടുപോകും അല്ലേ, മേടിച്ച സ്വർണ്ണം എല്ലാം കൊണ്ടുപോയി കാണിക്കണമെന്നുണ്ട്. അങ്ങനെ കല്യാണത്തിന് ഇത്തിരി അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്ത സ്വർണ്ണമൊക്കെ ആണെങ്കിലും ഈ പെണ്ണിനെ കൊണ്ടുപോയി വിടുന്ന സമയത്താണ് പെണ്ണിന് കൊടുക്കാനുള്ള സാധനങ്ങളെല്ലാം കൊണ്ടു ചെല്ലുന്നത്. അപ്പോൾ ചെറുക്കൻ്റെ ഉള്ളിലൊരു ആഗ്രഹം സ്വാഭാവികമാണ്. കാറ് തരാമെന്ന് പറഞ്ഞിട്ടില്ലേലും ഒരു കാറും കൂടിയൊക്കെ കിട്ടുമായിരിക്കും എന്നൊക്കെ കരുതിയ വ്യാഴാഴ്ച അവർ കാത്തിരിക്കുന്നത്. ഒരു കാറ് കിട്ടും, അലമാരികൾ കൊണ്ടുവരും, സ്വർണ്ണമാലകൾ കൊണ്ടുവരും, പാത്രങ്ങളൊക്കെ ഇഷ്ടം പോലെ കൊണ്ടുവരും എന്നൊക്കെ കരുതിയിരിക്കുമ്പോഴാണ് പെൺകുട്ടി വരുമ്പോൾ കുറച്ച് പുസ്തകങ്ങളുമായി വരുന്നു. ഞാൻ കാണുന്ന സ്വപ്നം അതാ, ആൻറ്റി ക്ലൈമാക്സ്. ഇതെല്ലാം കൊണ്ടുവരും എന്ന് കരുതിയപ്പോൾ കൊട്ടായിലച്ഛൻ്റെയും പുത്തമ്പരക്കലച്ഛൻ്റെയും ഒക്കെ കുറച്ച് ആത്മീയ പുസ്തകങ്ങളുമായി ഈ പെൺകുട്ടി വന്നാൽ നമ്മുടെ വീട്ടിലുള്ള സന്തോഷം ഞാൻ പറയേണ്ടതായിട്ടുണ്ടോ? നമ്മുടെ വീട്ടിലെ ചുമ്മാ കിട്ടിയ കുറേ പുസ്തകങ്ങളൊക്കെ കിലോയ്ക്ക് 2 രൂപ വെച്ച് ആക്രിക്ക് വിറ്റ് കളഞ്ഞവരാ നമ്മുടെ വീട്ടിലെ ആണുങ്ങൾ. അന്നേരമാണ് ഈ പെങ്കൊച്ച് കുറേ ആത്മീയ പുസ്തകങ്ങളുമായി നമ്മുടെ വീട്ടിലേക്ക് വരുന്നു. ഏതെങ്കിലും ഒരു പെങ്കൊച്ച് കല്യാണം കഴിച്ചു പോയപ്പോൾ ഒരു ബൈബിളോ 2 ആത്മീയ പുസ്തകങ്ങളോ ഒക്കെയായി ഏതെങ്കിലും വീട്ടിലേക്ക് ബൈബിൾ ഇപ്പോൾ കൊണ്ടുപോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് ആത്മീയ പുസ്തകങ്ങൾ സ്ത്രീകൾക്കും ഇരിക്കട്ടെ, കുഞ്ഞുങ്ങൾക്ക് കുറേ വിശുദ്ധന്മാരുടെ ജീവിത കഥകളൊക്കെ വായിക്കാൻ അവസരം കിട്ടട്ടെ. ഈ ഷീബാരാജ്ഞി പരിശോധിക്കുന്നത് എത്ര വിശുദ്ധന്മാരുടെ ചരിത്രം പഠിച്ചു, എത്ര ആത്മീയ പുസ്തകങ്ങൾ വായിച്ചു എന്നൊക്കെ അവർ നോക്കി മാർക്കിട്ടായിരിക്കും. ഞാൻ എൻ്റെ ഭാവന പറയുന്നതല്ല, ഈശോ പറഞ്ഞ കാര്യമാണ്. ഷീബാരാജ്ഞി എഴുന്നേറ്റ് വന്ന്, മത്തായിയുടെ സുവിശേഷം 12:42 തോന്നുന്നു, എഴുന്നേറ്റ് വന്ന് കുറ്റം വിധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ജയിച്ചാൽ പിന്നെ നമുക്കങ്ങ് കയറിപ്പോകാൻ പറ്റൂ. പിന്നെ അങ്ങ് ചെല്ലുമ്പോൾ പിള്ളേരാ അവിടെ ഇരിക്കുന്നത്. ഈശോ പറഞ്ഞു, നിങ്ങളുടെ മക്കൾ നിങ്ങളെ കുറ്റം വിധിക്കും. ഈശോ ബെൽസെബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിച്ചതെന്നൊക്കെ അവർ പറഞ്ഞപ്പോൾ നിങ്ങളുടെ മക്കൾ ആരെ കൊണ്ടാ ബഹിഷ്കരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈശോ പറഞ്ഞു, നിങ്ങളുടെ മക്കൾ നിങ്ങളെ വിധിക്കുന്ന സമയമുണ്ടെന്ന്. പിള്ളേര് നമ്മളെ വിധിക്കും. അല്ല, പിള്ളേരെക്കാളൊക്കെ നല്ല ആളുകളാണോ അപ്പനും അമ്മയൊക്കെ? കുട്ടികളെക്കാളൊക്കെ നമ്മൾ കൂടുതൽ മെച്ചപ്പെട്ടവരാണോ എന്ന് ഒരു ആത്മശോധനയെങ്കിലും നടത്തിയില്ലെങ്കിൽ പരീക്ഷയിൽ വിജയിക്കലെന്നാ ഞാൻ പറഞ്ഞു വന്നേ. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ അതിനെ ഒന്ന് മാറ്റിമറിക്കും. സെമിനാരിയിൽ ചേർന്നപ്പോഴുള്ള നൈർമല്യം അച്ഛനായി 35 കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടോ? പട്ടം കിട്ടിയ ആദ്യകാലങ്ങളിലുണ്ടായിരുന്ന നിഷ്കളങ്കത ജൂബിലി ആഘോഷിച്ചപ്പോൾ എനിക്കുണ്ടോ? എൻ്റെ ബാല്യം എന്നെ കുറ്റം വിധിക്കും, എൻ്റെ യൗവനം എന്നെ കുറ്റം വിധിക്കും. നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെ കുറ്റം വിധിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെക്കാൾ മെച്ചപ്പെട്ട ജീവിതത്തിൻ്റെ ഉടമയാകാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട് എന്ന് സുവിശേഷത്തിൽ നിന്ന് ഞാൻ വായിച്ചെടുത്തോട്ടെ. അത് കഴിയുമ്പോഴാണ് മത്തായിയുടെ സുവിശേഷത്തിലെ 25-ാമത്തെ അധ്യായത്തിലെ വിധി. അവിടെ ചെല്ലുമ്പോൾ ഈശോ ചോദിക്കും, വിശന്നു, ആഹാരം തന്നോ? ദാഹിച്ചു, കുടിക്കാൻ തന്നോ? വസ്ത്രമില്ലായിരുന്നു, വസ്ത്രം തന്നോ? പരദേശിയായിരുന്നു, എന്നെ വന്ന് കണ്ടോ? ഞാൻ ആശുപത്രിയിലായി രോഗിയായിരുന്നു, എന്നെ സന്ദർശിച്ചോ? 6 ചോദ്യങ്ങൾ. 6 ചോദ്യങ്ങളാണ് അവിടെ ചോദിക്കുന്നത്. ആഹാരം കൊടുത്തു, എല്ലാം ഭൗതികമാണ്. ഞാനിങ്ങനെ രാത്രിയിലൊക്കെ കിടന്ന് ഇങ്ങനെ ദുസ്വപ്നം കണ്ട് ഞെട്ടാറുണ്ട്. കാരണം എന്നാന്നറിഞ്ഞോ? നമ്മുടെ നാട്ടിലിപ്പോൾ എന്തേലും പരദേശികളാണ്. കമ്മ്യൂണിസ്റ്റുകാരൊക്കെ കേരളം ബംഗാളാക്കും എന്നൊക്കെ പണ്ട് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ബംഗാളായി മാറിക്കൊണ്ടിരിക്കുക. പെരുമ്പാവൂരും മൂവാറ്റുപുഴയൊക്കെ ചെല്ലണം അല്ലേ? എല്ലാം ബംഗാളികളെ കൊണ്ടൊക്കെ നിറയും. പണ്ട് തമിഴ്നാട്ടുകാരായിരുന്നു, ഇപ്പം ബംഗാളികളെ കൊണ്ടൊക്കെ നമ്മുടെ നാട് നിറഞ്ഞിരിക്കുകയാണ്. ഒരു തമിഴ്നാട്ടുകാരനെ ഞാൻ അറിയാതെ ഭായി എന്നൊന്ന് വിളിച്ചു. അവനത് ഇഷ്ടമില്ല, ഞാൻ അറിയാതെ ഒന്ന് വിളിച്ചു പോയതാ. ഞങ്ങൾ ഭായിമാരൊന്നും അല്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ ഭായിമാരൊന്നുമല്ല. തമിഴ്നാട്ടിൽ വന്നവരെ അങ്ങനെ വിളിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടുകയില്ലെന്ന് എനിക്ക് ആദ്യമായിട്ട് മനസ്സിലായ ഒരു സന്ദർഭമാണ്. ഞാനിവിടെ ഇപ്പോൾ നിങ്ങളോട് കുമ്പസാരിക്കുന്നത് എന്തേരെ പരദേശികളായിട്ടുള്ള ആളുകൾ ഞാനിരുന്ന കോളേജിലും പള്ളിയിലും ഒക്കെ ജോലിക്കായി വന്നിട്ടുണ്ട്. ഒരെണ്ണത്തിൻ്റെ പേര് പോലും എനിക്കറിയില്ല.
അവരൊക്കെ അന്ത്യവിധിയിൽ അവിടെ ഇരുന്ന് എന്നെ കുറ്റം വിധിക്കും എന്ന് ഭയപ്പെട്ടു തുടങ്ങുന്ന കാലയളവാണ്. പരദേശികളെ നീ എങ്ങനെയാ സ്വീകരിച്ച്? വിശക്കുന്നവരെ നീ എങ്ങനെയാ സ്വീകരിച്ച്? വസ്ത്രമില്ലാത്തവർക്ക് നീ എന്ത് കൊടുത്തിട്ടുണ്ട്? വീട്ടിലെ പിള്ളേർക്ക്, ഭാര്യയ്ക്ക് എന്തേരം കൊടുത്തു എന്നല്ല ദൈവം നോക്കുന്നത്, അല്ലേ? അതൊക്കെ എന്തേരം കൊടുത്തു എന്നതിനേക്കാൾ അപ്പുറം ഒന്നുമില്ലാത്തവർക്ക് എന്തെല്ലാം കൊടുത്തു എന്ന് ദൈവം അന്വേഷിക്കുകയാണ്. നമ്മളെ എന്തേരെ കുർബാന കണ്ടിട്ടുണ്ട്, കൊന്ത ചൊല്ലിയിട്ടുണ്ടെന്നതിനേക്കാൾ അപ്പുറം ഈ 5ാമത്തെ ഗേറ്റിലിരുന്ന് ഈശോ പരിശോധന നടത്തുന്നത്, വിമാനത്തിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് നടത്തുന്ന പരിശോധന എന്തെങ്കിലുമൊക്കെ കൊടുത്തോ എന്നുള്ള പരിശോധനയാണ്. നമുക്ക് അതിലും വിജയിക്കാനായിട്ട് കഴിയണം. അങ്ങനെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം എന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരാഗ്രഹം സ്വർഗത്തിലെത്തിച്ചേരണം എന്നതായിരിക്കട്ടെ. അതിനുവേണ്ടി സകലതും വിറ്റുകളയുവാനും അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമോ അതെല്ലാം ചെയ്യുവാനുമുള്ള ജാഗ്രതയാണ് പ്രിയമുള്ളവരെ നമ്മെ സ്വർഗത്തിലേക്ക് കരയേറുവാനായിട്ട് സഹായിക്കുന്നത്. നമ്മുടെക്കറിയാം, പൗലോസ് അപ്പോസ്തലൻ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞല്ലോ, സാക്ഷികളുടെ സമൂഹം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ യാത്ര എളുപ്പമാണ്. എന്തിനാണ് വിശുദ്ധന്മാരെയൊക്കെ നമ്മുടെ പള്ളിയിൽ വെക്കുന്നത്? പെന്തക്കോസ്താക്കാര് ചിലപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന്, നിങ്ങളെ വിശുദ്ധന്മാരിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളല്ലേ, ദൈവം മാത്രം പോരെ എന്നൊക്കെ ചിലപ്പോൾ നമ്മളോട് തർക്കിക്കുകയും നമ്മൾ വിശുദ്ധന്മാരോട് വലിയ സ്നേഹം കാണിക്കുന്നതിന് നമ്മെ ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ദൈവത്തിന് കൊടുക്കുന്ന ആരാധന വിശുദ്ധന്മാർക്ക് നമ്മൾ കൊടുക്കുന്നില്ല എന്നൊക്കെ അവരോട് ഇത്ര കാലം പറഞ്ഞിട്ടും അവരതൊന്നും ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതും വസ്തുത തന്നെയാണ്. ദൈവത്തിന് കൊടുക്കുന്ന ആരാധനയൊന്നും നമ്മൾ വിശുദ്ധന്മാർക്ക് കൊടുത്തിട്ടില്ല എന്നറിയാമല്ലോ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈശോ ഒരിക്കലും തനിച്ച് ഒരിടത്തും പോയിട്ടില്ല. കാനായിലെ കല്യാണ വീട്ടിൽ ഭക്ഷണത്തിന് ഈശോ പോയത് തനിച്ചാണ്. അവിടെ ഈശോ ചെല്ലുന്നതിന് മുമ്പേ പരിശുദ്ധ അമ്മയുണ്ടായിരുന്നു. ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ടാ പോയെ. ഒരൊറ്റ ഊട്ടുമേശയിൽ പോലും ഈശോ അപ്പസ്തോലന്മാരെ കൊണ്ടുപോകാതിരുന്നിട്ടില്ല. എനിക്കിത്തിരി നല്ല ഭക്ഷണം കിട്ടുമ്പോൾ എൻ്റെ കൂട്ടുകാർക്കും ഇത്തിരി ഭക്ഷണം കിട്ടിക്കോട്ടെ എന്ന് കരുതി പാവങ്ങളല്ലേ, അവരെയും കൂട്ടിക്കൊണ്ട എല്ലാ വിരുന്നുകളിലും ഈശോ പങ്കെടുത്തിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഈശോയോടൊപ്പം അപ്പസ്തോലന്മാരൊക്കെ എല്ലാ സമയത്തും ഉണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയുമുണ്ട്. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത് പോലെ തന്നെ വിശുദ്ധന്മാരുടെ ഒരുമ്പാടിലും നമ്മൾ വിശ്വസിക്കുന്നവരാ. വിശുദ്ധന്മാര് നല്ല ജീവിതം കൊണ്ട് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയവരാ. നമ്മളൊരോട്ടക്കളത്തിൽ ഓടുന്നു എന്ന് കരുതുക. അപ്പോൾ നേരത്തെ നടന്ന 10,000 മീറ്ററിൽ ഓടി വിജയിച്ച ആളുകളെല്ലാം കോർട്ടിന്റെ സൈഡിൽ നിന്ന് കൈയടിച്ച് അപ്പ് 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 എന്നൊക്കെ പറഞ്ഞ് ഓടുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ വിശുദ്ധന്മാർ, ഈ ഓട്ടത്തിൽ വിജയിച്ച വിശുദ്ധന്മാർ ഈ സ്വർഗത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമ്മെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് കൂടുതൽ ഉത്സാഹം പകർന്നു തന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാനുള്ള മധ്യസ്ഥതയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇത് പെന്തക്കോസ്താക്കാരോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്, സാക്ഷികളുടെ സമൂഹം, വിശുദ്ധന്മാരുടെ സമൂഹം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് ഈ ഓട്ടം എളുപ്പമാകും എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ തിരുവചനവും ഞാനിവിടെ അനുസ്മരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് കുരിശിൻ്റെ 4ാമത്തെ സാധ്യതയാണ്. കുരിശിൽ കിടക്കുന്ന ഈശോയുടെ കൈകളിൽ പറുദീസ തുറക്കുവാനുള്ള താക്കോലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ നല്ല കള്ളനെയും കൊണ്ടാണ് ഈശോ സ്വർഗത്തിലേക്ക് പോയത്. അടഞ്ഞുകിടന്ന പറുദീസ നമുക്കായി ഈശോയുടെ കുരിശിൻ്റെ ബലിയുടെ യോഗ്യതയാൽ ദൈവം തുറന്നു തരുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. സ്വർഗത്തിൽ പോകാനുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിൽ നിറയട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. 2 അത്ഭുതങ്ങൾ കൂടി എനിക്ക് പറയാനുണ്ട്. അടുത്ത തിരുവചനം 47-ാമത്തെ തിരുവചനമാണ്. 23-ാം അധ്യായം 47-ാമത്തെ തിരുവചനം. പറഞ്ഞ 4 തിരുവചനങ്ങൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ അല്ലേ? 23:12 അനുരഞ്ജനം, 23:25 പാപമോചനം, 23-26 മുതലുള്ള തിരുവചനങ്ങൾ കുടുംബ വിശുദ്ധീകരണം, 43-ാമത്തെ തിരുവചനം പറുദീസ തുറക്കുന്നു, സ്വർഗം തുറക്കുന്നു.
47-ാമത്തെ തിരുവചനം കൂടി ഓർമ്മിച്ചുകൊള്ളുക. ഈശോ കുരിശിൽ മരിച്ചു. 7 തിരുവചനങ്ങൾ അരുളിച്ച് ഈശോ കുരിശിൽ മരിച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഒരു പ്രാർത്ഥനയ്ക്ക് പോലും പിതാവായ ദൈവം ഈശോയ്ക്ക് മറുപടി കൊടുത്തില്ല. വിശക്കുകയും ദാഹിക്കുകയും എല്ലാം ചെയ്തു. കുരിശിൽ കിടന്ന് ദാഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. എത്ര മണിക്കൂറാ ഭക്ഷണം കഴിച്ചൊക്കെ നമുക്കറിയാം. ഇതുപോലെ വേദന സഹിച്ചെന്നിട്ടും അവസാനം ഇവൻ പറയുകയാ, എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. ഒരാൾ മരിക്കുന്നത് കണ്ടാൽ അറിയാം സ്വഭാവം എങ്ങനെയായിരുന്നു. മരിക്കുന്നത് കണ്ടാൽ അറിയാം സ്വഭാവം എന്നതായിരുന്നു. അല്ലെങ്കിൽ മരണമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് എന്നതുപോലെ നമുക്ക് തോന്നും. ഈശോ എത്ര ശാന്തമായ ഒരു കുഞ്ഞുറങ്ങുന്നത് പോലെ തല ചായ്ക്കുന്നത്. ഈ വേദനകളും പ്രയാസങ്ങളും എല്ലാം ഉണ്ടായിട്ടും ദൈവത്തോട് പരാതി പറയാതെ ദൈവത്തിൽ വീണ്ടും ആശ്രയം വെച്ച് എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിലേക്ക് അർപ്പിക്കുന്നു എന്നും പറഞ്ഞ് ഈശോ തല ചായ്ക്കും. കുഞ്ഞുനാളിൽ പഠിക്കുന്ന പ്രാർത്ഥനകളൊക്കെയാണ് മരണസമയത്തും നമുക്ക് കൂട്ടുണ്ടാവുക. ഞാനുറങ്ങാൻ പോകും മുമ്പായി എന്ന പാട്ട് ഉണ്ണീശോയെ ഉറക്കുവാൻ മറിയം പാടിക്കൊടുത്തിട്ടുണ്ടാവില്ല. നമ്മുടെ പാട്ടല്ലേ, മറിയത്തിന് അത് അറിഞ്ഞുകൂടായിരുന്നു. മറിയം ഒരു യഹൂദ സ്ത്രീ ആയതുകൊണ്ട് ഞാനുറങ്ങാൻ പോകും മുമ്പായി എന്ന പാട്ടും പാടി ഉണ്ണീശോയെ ഉറക്കിയിട്ടില്ല എന്ന് എനിക്ക് നിശ്ചയമുണ്ട്. യഹൂദ സ്ത്രീകൾ കുഞ്ഞുങ്ങളെ ഉറക്കാനായി ഒരു സങ്കീർത്തനം പാടിക്കൊടുക്കും. ഒരു സങ്കീർത്തനം കുഞ്ഞുങ്ങളെ ഏറ്റുപാടും. പകുതിയാകുമ്പോൾ കുഞ്ഞുറങ്ങും. അങ്ങനെയാണ് യഹൂദ സ്ത്രീകൾ കുഞ്ഞുങ്ങളെ ഉറക്കിയിരുന്ന ഒരു പതിവ്. കുഞ്ഞുനാളിൽ ഉണ്ണീശോയെ ഉറക്കുവാൻ അമ്മ പാടിക്കൊടുത്ത പാട്ട് സങ്കീർത്തനം ഒന്നും കൂടി ആലപിച്ചുകൊണ്ട് കുരിശിൽ ഈശോ മരിക്കുകയാണ്. പാട്ടും പാടി മരിക്കുകയാണ്. അമ്മ ചൊല്ലിക്കൊടുത്ത, ചെറുപ്പത്തിൽ ചൊല്ലിക്കൊടുത്ത ഈ സങ്കീർത്തനം ഈശോ മരിക്കുന്ന സമയത്ത് അവൻ്റെ ചുണ്ടിലുണ്ടാവുകയാണ്. അമ്മമാര് കൊടുക്കുന്നതൊക്കെ മക്കളുടെ മരണസമയം വരെ കൂട്ടുണ്ടാകുമെന്ന് ഇതിനേക്കാൾ എന്തു വലിയ തെളിവാ. ഈശോ എത്ര ശാന്തതയോടെയാണ് പിതാവിൻ്റെ കരങ്ങളിലേക്ക് തൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നത്. ഇത് കണ്ടുകൊണ്ട് നിന്ന ഒരു മനുഷ്യൻ, ശതാധിപൻ, വിളിച്ചു പറയുന്ന ഡയലോഗാണ് 23-ാമത്തെ അധ്യായം 47-ാമത്തെ തിരുവചനം. അവൻ പറയുന്നു, ഇവൻ സത്യമായും നീതിമാനാണ്. ഇവൻ സത്യമായും നീതിമാനാണ്. 5-ാമത്തെ അത്ഭുതമായി ഞാനത് രേഖപ്പെടുത്തട്ടെ. 5-ാമത്തെ അത്ഭുതമല്ലേ അത്? ഈശോയെ ബന്ധിക്കാൻ കൂടിയ 100 പട്ടാളക്കാരുടെ ചാർജുള്ള കമാൻഡറാ ശതാധിപൻ. ശതം 100 അല്ലേ? ശതാധിപൻ, ശതം 100 പട്ടാളക്കാരുടെ അധിപനാണ്. ഒരു 100 പട്ടാളക്കാരെ അവിടെ വിന്യസിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിനെ നോക്കാനുള്ള ചുമതലയാണ് അവന്. ഈശോയെ ബന്ധിക്കുവാനും ഈശോയെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുവാനും ഈശോയെ ഇങ്ങനെ ചാട്ടവാറ് കൊണ്ട് അടിക്കുവാനും തലയിലെ മുൾമുടി വെക്കുവാനും ചുമന്ന വസ്ത്രം അണിയിക്കാനും മുഖത്ത് തുപ്പാനും ഒക്കെ മരിക്കുന്നോടം വരെ ഈശോയുടെ കൂടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരന്മാർ അല്ലോ ശതാധിപൻ, 100 പട്ടാളക്കാരുടെ ചാർജുള്ള ഈ മനുഷ്യൻ ഈശോയുടെ മിത്രമാണെന്ന് പറയരുത്. സർക്കാരിന് വേണ്ടി ഈശോയെ ഏതെല്ലാം തരത്തിൽ വേദനിപ്പിക്കാമോ അതുപോലെയൊക്കെ വേദനിപ്പിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഈശോ മരിക്കുന്നത് കണ്ടപ്പോൾ അവന് വലിയ മാനസാന്തരമുണ്ടായി. അവൻ വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നു. ഈ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നു. വിജാതീയനായ ഒരു മനുഷ്യൻ്റെ മാനസാന്തരം, വിജാതീയനായ ഒരു പട്ടാളക്കാരൻ്റെ മാനസാന്തരം, അത് കുരിശിൻ്റെ 5-ാമത്തെ അത്ഭുതം. നമ്മൾ മാത്രം മാനസാന്തരപ്പെട്ടാൽ മതിയോ? വിജാതീയരായ ആളുകൾ മാനസാന്തരപ്പെടണ്ടേ? ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് വിജാതീയനായ ഒരു മനുഷ്യൻ മാനസാന്തരപ്പെട്ട് ഈശോയെ സ്വീകരിക്കുക. നമുക്കറിയാം, അതിനുശേഷം ആദിമസഭയിൽ
പ്രത്യേകിച്ച് പൗലോസ് അപ്പസ്തോലൻ ചെന്ന് പ്രസംഗിച്ച ഇടങ്ങളിലെല്ലാം വിജാതീയരായ മനുഷ്യരാണ് ആവേശത്തോടെ ഈശോയെ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ ഇവിടെ വിജാതീയരായ ആളുകളുടെ മാനസാന്തരത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞു. ശതാധിപൻ വിളിച്ചു പറഞ്ഞു, അവൻ സത്യമായും നീതിമാനാണ്. ഞാനിത് പറയുന്നത് നമ്മുടെ കേരളത്തിലുള്ള സീറോ മലബാർ ക്രിസ്ത്യാനികൾ മാത്രം ഈശോ കർത്താവാണ് എന്ന് ഏറ്റുപറഞ്ഞാൽ മതിയോ? നമ്മൾ മാത്രം രക്ഷപ്പെട്ടാൽ മതിയോ? അക്രൈസ്തവരായിട്ടുള്ള ആളുകൾ ഈശോയെ അറിയണ്ടേ? അതറിയിക്കാനുള്ള ചുമതല നമുക്കില്ലേ? ഞാൻ വർഗീയമായ കാര്യങ്ങൾ പറയുന്നു എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ മതമൗലികവാദി എന്ന് എന്നെ നിങ്ങൾ ആക്ഷേപിക്കുകയും അരുത്. ഞാനതൊന്നും അല്ല പറയുന്നത്. മതത്തിൻ്റെ പേരിൽ ഭ്രാന്തുണ്ടാകണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങളൊക്കെ, നമുക്ക് കിട്ടുന്ന ആത്മീയമായ രക്ഷയൊക്കെ വിജാതീയരായ ആളുകൾക്ക് ലഭിക്കണം. കേരളത്തിലുള്ള സകല മനുഷ്യരും രക്ഷിക്കപ്പെടണം. ഭാരതത്തിലുള്ള സകല മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്ന ആഗ്രഹം ഒരു കത്തോലിക്കനുണ്ടാവണം എന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. അത് കുരിശിൻ്റെ സാധ്യതയാണ്. ലോകമെമ്പാടുമുള്ള ആളുകൾ ഈശോയെ അറിയണം. ഈശോയുടെ കുരിശിന്റെ ബലി പൂർത്തിയാകണമെങ്കിൽ അവൻ രണ്ടാമത് കടന്നു വരുമ്പോൾ ലോകത്തുള്ള സകല മനുഷ്യരും അവൻ്റെ കുരിശിൽ അണിനിരക്കുവാനുള്ള യോഗ്യതയുള്ളവരായി തീരണമെന്നത് നമ്മളുടെ വിശ്വാസത്തിൻ്റെ കാതലായിട്ടുള്ള അംശമാണ്. വിജാതീയരായ ആളുകൾ മാനസാന്തരപ്പെടണം. 2000 ലോകകപ്പ് അവസാനിക്കും എന്നൊക്കെ ഒരു വാർത്ത നമ്മുടെ ഇടയിലൊക്കെ ഇങ്ങനെ പരന്നിരുന്നു. ഞാൻ തന്നെ എന്തേലും മെഴുകുതിരി വെഞ്ചരിച്ചു കൊടുത്തെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എന്നാലും ആളുകൾ വിചാരിച്ചു 2000 ഇങ്ങനെ നമ്മുടെ ലോകം അവസാനിക്കുമ്പോൾ വെഞ്ചരിച്ച് കിട്ടുന്ന തിരികളൊക്കെ കത്തിച്ച് വെക്കുന്ന ഭവനത്തിലുള്ളവരൊക്കെ രക്ഷപ്പെടും. കുറേ പേര് അച്ഛന്മാരുടെ അടുക്ക വന്ന് വെഞ്ചരിക്കാൻ കൊണ്ടിരുന്ന തിരി വെഞ്ചരിക്കാമെന്നും പറഞ്ഞ് അച്ഛന് വിടാൻ പറ്റുമോ? അച്ഛനൊക്കെ വെഞ്ചരിച്ചൊക്കെ കൊടുത്തു വിട്ടു. പാലായി വെച്ച് അന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഒരു മീറ്റിംഗ്, 2 ദിവസത്തേക്കൊരു മീറ്റിംഗ്. ഞാനതിനെ വിളിച്ചൊന്നുമല്ല. ഞാൻ ചുമ്മാ കോളേജിൻ്റെ അടുത്ത് വെച്ച് പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് നടന്നപ്പോൾ ഞാൻ കോളേജിലുണ്ടല്ലോ, നല്ല കാര്യങ്ങളാണ് കേൾക്കാമല്ലോ എന്ന് കരുതി ഞാൻ അങ്ങോട്ട് പോയതാണ്. അതിനെ വിളിച്ചിട്ട് പോയതൊന്നുമല്ല. അവിടെ എല്ലാവരും പ്രസംഗിച്ചവരെല്ലാം ലോകം അവസാനിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞ വലിയ സ്റ്റഡി ക്ലാസ്സുകൾ. കുറച്ച് പ്രസംഗം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു വിഷമം തോന്നുകയും സംഘാടകരോട് ഞാൻ അറിയാതെ അങ്ങ് ചോദിക്കുകയും ചെയ്തു, ഈ 2000 ലോകം അവസാനിച്ച എല്ലാവരും രക്ഷപ്പെടും, എല്ലാവരും രക്ഷപ്പെടും, കുറേ പേര് കൂടി രക്ഷപ്പെടുന്ന ഒരു കാലം വരുമ്പോൾ ലോകം അവസാനിച്ച പോരെ എന്ന ഒരു മണ്ടൻ ചോദ്യം ഞാൻ ചോദിച്ചു. അപ്പം എന്നോടൊരാൾ ചോദിച്ചു, അച്ഛൻ കരിസ്മാറ്റിക് അല്ലേ? നമ്മൾ കരിസ്മാറ്റിക് ഒന്നും അല്ല, അങ്ങനെ ധ്യാനമൊക്കെ നടത്താൻ പോകുന്ന ആളാണ്. അപ്പോൾ ഈ ലോകം അവസാനിക്കുമ്പോൾ കുറെ കൂടി ആളുകൾ രക്ഷപ്പെടുന്ന ഒരു സമയമാകുമ്പോൾ ലോകം അവസാനിച്ചാൽ പോരെ എന്നായിരുന്നു എൻ്റെ മനസ്സിലെ ഒരു ലളിതമായ ആഗ്രഹം. കാരണം ഈശോ പറഞ്ഞിട്ടുണ്ട്, അവനെ അറിയുന്ന ആരും നശിച്ചു പോകാൻ ഇടയാക്കാത്ത വിധം അത്രമേൽ ലോകത്തെ സ്നേഹിച്ചു എന്നൊക്കെ പറയുന്നില്ലേ? ഈ ലോകത്തെ ഈശോ സ്നേഹിച്ചത് ഒരു തുള്ളി പോലും വൃഥാവിലായി പോകാൻ ഇടയാകരുതല്ലോ. നമ്മളെ ഇത്തിരി കൂടി അറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഇത് കുറെ കൂടി അനുകൂലമായ ഒരു അവസരം നമുക്ക് ഒന്നുചേരും. ആരും നശിച്ചു പോകാൻ ഇടയാകരുത്. ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. സകല മനുഷ്യരും ദൈവത്തെ അറിയണം, സകല മനുഷ്യരും ഏറ്റുപറയണം. വിജാതീയനായി ശതാധിപൻ ഏറ്റുപറഞ്ഞതുപോലെ ദൈവമാണ് സത്യമായവനെന്ന് ഏറ്റുപറയുന്ന ഒരു കാലം ഉണ്ടാകണം. അത് നമുക്ക് ലഭിക്കുന്ന ഒരു ചരിത്രപരമായ നിയോഗവും ചരിത്രപരമായ സ്വപ്നവുമാണെന്ന് ഞാൻ പങ്കുവെക്കുക. നോക്കണേ, നമ്മുടെ വീട്ടിൽ നിന്നൊക്കെയുള്ള പാവപ്പെട്ട കന്യാസ്ത്രീമാരും അച്ഛന്മാരും അങ്ങ് ഗുജറാത്തിലും പഞ്ചാബിലും ഡൽഹിയിലും ഉത്തർപ്രദേശിലും ഒക്കെ ചെന്ന്, ഒറ്റ കത്തോലിക്കനില്ലാത്ത സാഹചര്യത്തിലാണ് അങ്ങോട്ടൊക്കെ ചെന്ന് ഈശോയെ പ്രസംഗിച്ച് ചെറിയ ന്യൂനപക്ഷമാണെങ്കിൽ പോലും ശ്രദ്ധിക്കപ്പെട്ട ഒരു വിഭാഗമായി കത്തോലിക്കര് മാറിയത് നമ്മുടെ ഈ മിഷണറിമാരുടെ പരിശ്രമ ഫലമായിട്ടാണ്. അവർക്ക് കൊടുക്കുന്ന ഒരു പ്രോത്സാഹനം, അവർക്ക് കൊടുക്കുന്ന ഒരു സപ്പോർട്ട്, അവർക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ നിയോഗങ്ങളൊക്കെ പ്രിയമുള്ളവരെ ഈ 5ാമത്തെ അനുഗ്രഹത്തിലേക്ക് ഉള്ള ചുവടുവെപ്പുകളാണെന്ന്
ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. നമുക്ക് നേരിട്ട് അവിടെയൊക്കെ പോയി പ്രസംഗിച്ച് വിജാതീയരെ യേശുവിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുന്നില്ലെങ്കിലും നമുക്ക് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് മിഷന്റെ അരൂപിയാൽ നിറയ്ക്കുവാനായിട്ട് കഴിയും എന്നതിന് സംശയമൊന്നുമില്ല. ഈശോ പറഞ്ഞ ഒരു ചെറിയ കാര്യം ഓർമ്മിക്കുക. ഒരമ്മ പുളിക്കാൻ വേണ്ടി കുഴച്ച് വെച്ച അരിമാവിന് തുല്യമാണ്, മാവിന് തുല്യമാണ് ദൈവരാജ്യം എന്ന് ഈശോ പറഞ്ഞിട്ടില്ലേ? ഈശോ പറഞ്ഞതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, അടുക്കളയിലെ കാര്യങ്ങളാണ്. അടുക്കള ദൈവശാസ്ത്രമാണ് ഈശോ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് എന്ന് നമുക്കറിയാം. നാളെ പിള്ളേർക്ക് ചുട്ടുകൊടുക്കാൻ വേണ്ടി അമ്മ ഒരു കലത്തിൽ കുഴച്ച് വെക്കുന്ന ഈ പുളിമാവിന് തുല്യമാണ് സ്വർഗരാജ്യം എന്നൊക്കെ ഈശോ എത്ര ലളിതമായി പറഞ്ഞു. 12 മണിക്കൂർ കൊണ്ടാ അത് പുളിക്കുന്നേ, സമയമെടുക്കും, സാവധാനത്തിലാ പുളിച്ചു വരുന്നേ എന്നാ ഈശോ പറയുന്നേ. ഒറ്റ പ്രസംഗം കൊണ്ടും ഒറ്റ ധ്യാനം കൊണ്ടും എല്ലാവരും നന്നാകുമൊന്നും വേണ്ട. സാവധാനത്തിൽ പുളിച്ചു പൊങ്ങിയാൽ മതി എന്നാ ദൈവം കരുതുന്നേ. 2000 കൊല്ലമായപ്പോൾ ഇത്രയൊക്കെ ആയല്ലോ. കുറെ കാലം കൂടി കഴിയുമ്പോൾ അതിശയകരമായ മാറ്റങ്ങളൊക്കെ വരും. ഈ അരിമാവ് പുളിച്ചു പൊങ്ങുന്നത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുമോ? ഇറ്റ് ഈസ് അൺസീൻ, ഗ്രാജുവൽ പ്രോസസ്. ലോകത്തിൻ്റെ സുവിശേഷീകരണം ഇങ്ങനെ സാവധാനത്തിലും കണ്ണുകൊണ്ട് കാണാൻ മേലാത്ത വിധത്തിലുമാണെന്ന് എത്ര ഭംഗിയായിട്ടാ ഈശോ ആ ഉപമയിലൂടെ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യ മുഴുവൻ മാനസാന്തരപ്പെടണം, ലോകമെമ്പാടുമുള്ള ആളുകൾ ഈശോയെ അറിയുന്ന ഒരു കാലം വരണം എന്ന് നമ്മളും പ്രാർത്ഥിച്ചു തുടങ്ങണം എന്ന് 5ാമത്തെ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. 10 മിനിറ്റും കൂടിയേ ഉള്ളൂ പ്രസംഗം തീരാനായിട്ട്. 6ാമത്തെ അത്ഭുതം 51 മുതലുള്ള തിരുവചനങ്ങളാണ്. 51 മുതലുള്ള തിരുവചനങ്ങൾ. 24-ാം അധ്യായം 51, 52, 53 തിരുവചനം. ഈശോ മരിച്ചു കഴിഞ്ഞു, അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ. മരിച്ചു കഴിഞ്ഞപ്പോൾ 2 പേര് പീലാത്തോസിന്റെ അരമനയിൽ ചെന്നു. അരിമത്യാക്കാരൻ അല്ലേ, ജോസഫ്, നിക്കോദേമോസ്. അരിമത്യാക്കാരൻ ജോസഫ് അരമനയിൽ ചെന്ന് മരിച്ച ഈശോയുടെ ശരീരം ചോദിച്ചു. അതെങ്ങനെ അത്ഭുതമാകുന്നു. അരിമത്യാക്കാരൻ ജോസഫിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ബൈബിളിൽ പറയുന്നു. അവൻ്റെ തോട്ടത്തിൽ ആരെയും അടക്കിയിട്ടില്ലാത്ത കല്ലറയുണ്ടായിരുന്നു എന്നത് പറയുന്നു. പിന്നെ പറയുന്ന ഒരു കാര്യം, പേടിത്തൊണ്ടനായിരുന്നു. പേടിത്തൊണ്ടൻ. പകൽ സമയത്ത് ഈശോയുടെ അടുക്ക പോയിട്ടേ ഇല്ല. മാന്യനാണ്, പ്രമാണിയാണ്. യഹൂദ പ്രമാണിമാരുടെ കൂടെ ന്യായാധിപ സംഘത്തിലൊക്കെ പെട്ടയാളാ. അവൻ പകൽ ഈശോയുടെ അടുക്കൽ പോയാൽ അവനെ അവിടുന്ന് സസ്പെൻഡ് ചെയ്യും. എന്നാൽ ഉള്ളുകൊണ്ട് ഈശോയുടെ ഇഷ്ടമുണ്ട്. പേടി കൊണ്ട് പകൽ സമയത്ത് പോയിട്ടില്ല. രാത്രി പോയി ഈശോയുടെ അടുക്കൽ ചെന്ന് ചില കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്ന ഈ 2 പേരെയും നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. ഈശോ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ പേടിത്തൊണ്ടന്മാരുടെ പേടിയെല്ലാം മാറി. 6ാമത്തെ അത്ഭുതം അതാ. അരമനയിൽ ചെന്ന് പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന്, ഈ കുരിശിൽ മരിച്ചവൻ എൻ്റെ ഫ്രണ്ടാ, അവന്റെ ശരീരം ഇങ്ങ് വിട്ടുതാ, അടക്കം ചെയ്യാനുള്ള അവകാശം എനിക്ക് വിട്ടുതരിക എന്ന ചൻകൂറ്റത്തോടെ പറയാൻ അരിമത്യാക്കാരൻ ജോസഫിനെ പ്രേരിപ്പിച്ചതെന്താ? ഈശോയുടെ കുരിശിൽ ബലിയ. എല്ലാവിധ ഭയങ്ങളിൽ നിന്നും കുരിശ് നമുക്ക് വിടുതൽ തരും. വെഞ്ചരിച്ച ഒരു കുരിശ് നമ്മുടെ കയ്യിലുണ്ടോ? നമ്മുടെ വീട് ഈശോയുടെ നാമത്തിൽ വെഞ്ചരിച്ചോ? നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? കുരിശിൻ്റെ നാമത്തിൽ കിട്ടുന്ന വലിയ ഒരു സംരക്ഷണത്തെക്കുറിച്ച് നമ്മൾ വേണ്ട വിധത്തിൽ ധ്യാനിക്കുന്നില്ല എന്ന സങ്കടമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ചെകുത്താൻ വാലും പൊക്കി ഓടും അവൻ്റെ കുരിശ് കാണുമ്പോൾ. എത്രയെത്ര അനുഭവങ്ങളാണ്. കുരിശ് നമ്മുടെ കൈവശമുള്ളപ്പോൾ പ്രിയമുള്ളവരെ, അവൻ്റെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കുരിശടയാളം വച്ച് നമ്മളെ അഭിഷേകം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വലിയ അഭിഷേകമുണ്ട്. ഭയത്തിൽ നിന്ന് നമ്മളെ വിടുതൽ ചെയ്യുന്ന ഒരു വലിയ ശക്തിയുണ്ട്. ഇത് 6ാമത്തെ അത്ഭുതം ആണ് എന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള ഭയങ്ങളുണ്ടോ? ആ ഭയമെല്ലാം ഈശോയുടെ വിശുദ്ധ കുരിശിൻ്റെ യോഗ്യതയാൽ മാറിപ്പോകും എന്ന് നമുക്കറിയാം.
മദർ തെരേസ കൽക്കട്ടയുടെ തെരുവീതികളിലൂടെ വിജാതീയരായ മനുഷ്യരുടെ അടുക്കൽ ഭയം കൂടാതെ പ്രസംഗിക്കാൻ പോയത് പിച്ചാത്തി കുത്തുന്നത് പോലെ ഒരു കുരിശ് അവരുടെ എളിയിൽ കുത്തിക്കൊണ്ടാണ്. നമ്മൾ വെഞ്ചിരിച്ച കൊന്തയിടുന്നു, കുരിശ് രൂപം ഒക്കെ അണിയുന്നു. കുരിശ് ഭയം മാറ്റുന്ന ഒന്നാണ് എന്ന അനുഭവത്തിലൂടെ തിരിച്ചറിയുവാനായിട്ട് പലർക്കും കഴിഞ്ഞിട്ടില്ല. ആറാമത്തെ അത്ഭുതം, അരിമത്യാക്കാരൻ ജോസഫിന് ഭയത്തിൽ നിന്ന് വിടുതൽ കൊടുത്തു എന്നതാണ്. അച്ഛന് നന്ദി പറയാനായിട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് 2-3 മിനിറ്റ് മുമ്പ് ഞാൻ നിർത്തുകയാണ്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് 6 കാര്യങ്ങൾ നിങ്ങളുമായിട്ട്, അവസാനത്തെ 2 ഇത്തിരി സമയം കിട്ടാത്തത് കൊണ്ട് ഹ്രസ്വമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. എങ്കിലും 6 തിരുവചനങ്ങൾ നിങ്ങളുമായി ഞാൻ പങ്കുവെച്ചു. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 12-ാമത്തെ തിരുവചനം, അന്നു മുതൽ അവർ മിത്രങ്ങളായി. 23-ാമത്തെ അധ്യായം 25-ാമത്തെ തിരുവചനം, ബറാബാസിനെ വിട്ട് ഈശോയെ കുരിശിൽ തറച്ചു, പാപമോചനം. 26 മുതലുള്ള തിരുവചനങ്ങൾ, ശമയോന്റെ വീട്ടിലുള്ളവരൊക്കെ വിശുദ്ധരായി മാറുന്നു. അതിനുശേഷം നമ്മൾ 43-ാമത്തെ തിരുവചനം, പാപിക്ക് പർദീസ കൊടുത്ത് അവനെയും കൊണ്ട് സ്വർഗത്തിലേക്ക് ഈശോ പോകുന്നു. ശതാധിപൻ ഏറ്റുപറയുന്നു, ഇവൻ സത്യമായും നീതിമാന. ഒരു വിജാതീയൻ ഈശോയെ ഏറ്റുപറയാനുള്ള തുടക്കം കുറിച്ചു കഴിഞ്ഞു. സാധ്യതയായി എല്ലാവരും ഈശോയെ ഏറ്റുപറയും. അതിൻ്റെ തുടക്കമാണ്. അരിമത്യാക്കാരൻ ജോസഫ് പേടിത്തൊണ്ടനായിരുന്നു. ഭയത്തിൽ നിന്ന് വിടുതൽ നൽകി എന്നുള്ളതും സത്യമായ കാര്യമാണ്. ഇന്നലത്തെ പോലെ തന്നെ നമുക്കിന്നും ചെറിയ ഒരു വാഴ്വ് നടത്തി ദിവ്യകാരുണ്യ ഈശോയോട് പ്രാർത്ഥിച്ച് തന്ന അനുഗ്രഹത്തിനൊക്കെ നന്ദി പറയുവാനായിട്ട് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. വാഴ്വ് കഴിയുമ്പോൾ അച്ഛൻ എൻ്റെ പ്രസംഗം നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞോളും, താങ്ക്സ് ഒക്കെ പറഞ്ഞോളും. നമുക്ക് നിന്ന് ദിവ്യകാരുണ്യ ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് ക്ഷണിക്കാം. മിശിഹ കർത്താവേ എന്ന ഗാനം ആലപിച്ച് ഈശോയെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരിക്കൽ കൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. മിശിഹ കർത്താവേ മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹ കർത്താവേ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ. മിശിഹ കർത്താവേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് 3 ദിവസമായി ക്രൂശിതനായ ഈശോയുടെ തിരുമുമ്പിൽ, ദിവ്യകാരുണ്യത്തിൻ്റെ തിരുമുമ്പിൽ ആദരവോടെ ഇരുന്ന് ഈശോയുടെ കുരിശുമായി ബന്ധപ്പെട്ട തിരുവചനങ്ങൾ നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. ഒരു ധ്യാനത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല. കുരിശുമായി ബന്ധപ്പെട്ട 6 കാര്യങ്ങൾ മാത്രമേ നിങ്ങളുമായി ഞാൻ പങ്കുവെച്ചുള്ളൂ.
ഈശോ എന്തിനാണ് കുരിശിൽ മരിച്ചത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഈ 6 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈശോ കുരിശിൽ മരിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റണം. അവൻ്റെ കുരിശ് നമ്മുടെ ശത്രുത മാറ്റുന്നു. അവൻ്റെ കുരിശ് നമുക്ക് പാപങ്ങൾക്ക് പൊറുതി തരുന്നു. അവൻ്റെ കുരിശ് നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുന്നു. അവൻ്റെ കുരിശ് എനിക്ക് സ്വർഗത്തിൽ പോകാനുള്ള യോഗ്യത പകരുന്നു. അവൻ്റെ കുരിശ് വിജാതീയരുടെ മാനസാന്തരത്തിന് വഴി തുറക്കുന്നു. അവൻ്റെ കുരിശ് എല്ലാവിധത്തിലുമുള്ള ഭയങ്ങളിൽ നിന്ന് നമുക്ക് വിടുതൽ നൽകുന്നു. ഈശോയെ, ഈ ഭാഗ്യങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ വിഭാഗീയതകളും എല്ലാ ശത്രുതയും നിന്റെ കുരിശിൽ മാറ്റിത്തരണമേ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ 2ാമത്തെ വരവ് വരെ ഒരുമയോടെ ഈ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങൾ തമ്മിൽ അകൽച്ച പാടില്ലെന്ന് ഈശോ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഒരു വികാരിയച്ഛനോട് ചേർന്ന് എല്ലാ കുടുംബങ്ങളും ഏകമനസ്സോടെ ഈശോയുടെ 2ാമത്തെ വരവ് കാത്തിരിക്കുന്ന പുണ്യപ്പെട്ട സമൂഹമാണ് നമ്മൾ. പിണക്കം വഴിയായി, ശത്രുത വഴിയായി ഈ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മൾ മറച്ചു കളയരുത്. നമ്മുടെ വീടും അങ്ങനെ തന്നെ ആവണം. ഒരുമയോടെ പ്രാർത്ഥിക്കണമെന്ന് ഈശോ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിൽ വാശിയുടെ, ശത്രുതയുടെ ഏതെങ്കിലും ഒരു ഘടകമുണ്ടെങ്കിൽ ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ ദിവ്യകാരുണ്യ ഈശോയോട് നമുക്ക് ഹൃദയത്തിൽ പറയാം. ഈശോയോട് നമ്മൾ എഴുന്നള്ളി വരണമേ, ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ വന്നു കഴിയുമ്പോൾ എൻ്റെ അമ്മയോട്, എൻ്റെ അപ്പനോട്, ആരോടുമായിക്കൊള്ളട്ടെ ഏതെങ്കിലും തരത്തിലുള്ള വാശി വൈരാഗ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരേതെങ്കിലുമൊക്കെ തരത്തിലുള്ള വേദനകൾ എനിക്ക് സമ്മാനിക്കുന്നുണ്ടെങ്കിൽ, കൊല്ലാൻ കൊണ്ടുപോയപ്പോൾ മിണ്ടാതെ പോയ കുഞ്ഞാടിനെ പോലെയുള്ള ഈശോ അതേറ്റെടുത്തതുപോലെ പരിഭവമില്ലാതെ, പരാതിയില്ലാതെ, എന്തുമാവട്ടെ ദൈവം തരുന്നതൊക്കെ 2 കൈയും നീട്ടി സ്വീകരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള വലിയ കൃപ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ എന്ന് ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ചപ്പോൾ ഞങ്ങളുടെ മനസ്സിന് തന്ന വലിയ ശാന്തതയെക്കുറിച്ച് ഞങ്ങൾ നന്ദി പറയുന്നു. ഞാൻ വീണു പോകുന്ന മനുഷ്യനാണ്. എത്ര തീരുമാനമെടുത്താലും പിന്നെയും ആ തെറ്റുകളൊക്കെ ആവർത്തിക്കുന്നു എന്ന് നിനക്കറിയാമല്ലോ. നമ്മുടെ ബലഹീനതകൾ നമ്മളെക്കാൾ കൂടുതലായിട്ട് ഈശോയ്ക്കറിയാം. എന്നാൽ എത്ര കണ്ട ഈശോയിൽ ആശ്രയിക്കുന്നുവോ അത്രയേറെ ആ പാപങ്ങളെ അതിജീവിക്കുവാനുള്ള കൃപാവരം ഈശോ നമ്മളിലേക്ക് ഒഴുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ ഈശോ ആഗ്രഹങ്ങളെ അനുഗ്രഹമാക്കി മാറ്റുന്നവനാണ്. പാപസാഹചര്യങ്ങളിൽ നിന്ന് മാറി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിനുള്ള അവസരം ഒരുക്കി തരുന്നവനാണ് നമ്മുടെ ഈശോ. ഇന്ന് നമ്മളുടെ തീരുമാനം ഏതൊക്കെ പാപം ഒഴിവാക്കണമെന്ന തീരുമാനം കുമ്പസാരത്തിന് മുമ്പ് നമ്മൾ എടുക്കുകയുണ്ടായി. ആ തീരുമാനത്തെ എല്ലാം ഉത്ഥാനം ചെയ്ത ഈശോ അഭിഷേകം ചെയ്യട്ടെ. ദൈവമേ, കൂടെ ഞാൻ ചെയ്യുന്ന പാപങ്ങളൊക്കെ ഒഴിവാക്കി കുറച്ചുകൂടി വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള പ്രസാദവരം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് ഈശോയോട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. പതിവ് പോലെ യേശുവേ നാഥ എന്ന ഗാനമാലപിച്ച് ഈ 2 നിയോഗങ്ങൾ നമുക്ക് പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നാഥ, അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവ്വസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനുമെന്റെ സർവ്വസ്വവും
ചുമക്കാൻ സഹായിച്ച ശമയോനെ ധ്യാനിച്ചു. അതിന് ദൈവം പ്രതിഫലം കൊടുത്തു. അലക്സാണ്ടറും റൂഫസും അവൻ്റെ ഭാര്യയും വിശുദ്ധരായ മനുഷ്യരായി മാറും. നമുക്കും ഈശോയുടെ കുരിശിൻ്റെ ഒരു ഓഹരി ലഭിക്കണം. എൻ്റെ അനുദിന ജീവിതത്തിലെ വേദനകൾ ഈശോയുടെ നാമത്തിൽ ഞാൻ സ്വീകരിക്കുമ്പോൾ അത് എൻ്റെ വീട്ടിലുള്ള വിശുദ്ധിയായി മാറുകയാണ്. ഒരു പരാതിയും പറയാതെ ഈശോയുടെ കുരിശിനോട് ചേർന്ന് നിന്ന് മക്കളുടെ ജീവിത പങ്കാളിയുടെ മാനസാന്തരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി ഞാൻ എന്തെല്ലാമാണ് ഏറ്റെടുത്തിട്ടുള്ള വേദനകൾ, അവന് എന്നോട് വീട്ടാനാവാത്ത ഒരു കടമുണ്ടോ? അല്ലെങ്കിൽ എനിക്ക് വേണ്ടി എൻ്റെ ഭർത്താവ്, എനിക്ക് വേണ്ടി എൻ്റെ ഭാര്യ ഏറ്റവും കൂടുതലായി ചെയ്തു തന്ന എനിക്ക് മറക്കാനാവാത്ത അനുഭവം ഏതാ? ഈശോയെ, അതേക്കുറിച്ച് ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തെക്കുറിച്ചുള്ള ബൈബിളിലെ പരാമർശം ഞങ്ങളുടെ വീടുകളെക്കുറിച്ചാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരസ്പരം അങ്ങനെ കടപ്പാടുകളുള്ള ദമ്പതിമാരായി തീരുവാനും മാതാപിതാക്കളായി തീരുവാനും ഒക്കെയുള്ള കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ, കാർന്നോന്മാരെ വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാ സ്വർഗത്തിൽ അവരെയും കൊണ്ട് യാത്ര ചെയ്യുക എന്നുള്ളത്. ഞാൻ മരിച്ചാൽ, എൻ്റെ ജീവിത പങ്കാളി മരിക്കുമ്പോൾ, കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ എല്ലാവരും കൂടെ ഈ ഇടവകയിലുള്ള സകല മനുഷ്യരും സ്വർഗത്തിലെത്തിച്ചേരാനുള്ള കൃപയുണ്ടാകണമേ. ഞങ്ങൾക്കായി പർദീസ തുറന്നു തരിക മാത്രമല്ല, നിന്റെ രണ്ടാമത്തെ വരവിൽ പർദീസായിലേക്ക് ഞങ്ങളെയും കൊണ്ട് കൂട്ടിക്കൊണ്ടു പോകണമേ എന്ന് ഈശോയെ അങ്ങയുടെ സന്നിധിയിൽ മുട്ടിപ്പായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗരാജ്യത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച് പ്രഥമസ്ഥാനം സ്വർഗഭാഗ്യത്തിന് നൽകി ജീവിക്കുവാനുള്ള അഭിഷേകം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി പാടി പ്രാർത്ഥിക്കാം. യേശുവേ നാഥ, യേശുവേ നാഥ, അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനോടെ സർവസ്വവും മുൻപിലാണച്ച് കുമ്പിടുന്നു. ജീവനോടെ സർവസ്വവും മുൻപിലാണച്ച് കുമ്പിടുന്നു. നമ്മുടെ പ്രിയപ്പെട്ട വികാരിയച്ഛനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇടവക ദേവാലയം ഒരു സത്രമാണെങ്കിൽ ആ സത്രത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ നമ്മുടെ വികാരിയച്ഛനാണ്. ആ അഭിഷിക്തൻ്റെ കരങ്ങളിലേക്ക് ദൈവം 2 ധനാറ കൊടുത്തിട്ടുണ്ട്. വചനം പ്രസംഗിക്കുവാനും കുർബാന അർപ്പിക്കുവാനും ഈശോയുടെ രണ്ടാമത്തെ വരവ് വരെ നന്നായി ജീവിക്കുവാൻ നമുക്ക് അതുമാത്രം മതി എന്ന ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തിയത്. അച്ഛന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിൽ നിന്ന് പട്ടം കിട്ടിയിട്ടുള്ള എല്ലാ വൈദികരെയും പേരും മുഖവും എല്ലാം ഓർത്ത് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. വ്യത്യസ്തമായ മേഖലകളിൽ ശുശ്രൂഷ ചെയ്യുന്ന അനേകം വൈദികരും കന്യാസ്ത്രീകളും ഈ ഇടവകയ്ക്ക് സ്വന്തമായിട്ടുണ്ടല്ലോ. അവരൊക്കെ വ്യത്യസ്തമായ സ്ഥലത്തും പ്രദേശത്തും നമ്മുടെ രൂപതയിലും അന്യരൂപതകളിലും എല്ലാം ശുശ്രൂഷ ചെയ്യുന്നു. കുടുംബത്തെ മറന്ന് ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന അവരെക്കുറിച്ചൊക്കെ കുറ്റങ്ങളൊന്നും പറയാതെ ആരുമാവട്ടെ, ഒരു മിഷണറിയെക്കുറിച്ച് പോലും കുറ്റങ്ങളൊന്നും പറയാതെ ബലഹീനതകളൊക്കെ കാണും. അതൊക്കെ നമുക്ക് തമ്പുരാൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അതെല്ലാം വിളംബരം ചെയ്ത് പരസ്യം ചെയ്ത് അതെല്ലാം അപമാനത്തിൻ്റേതാക്കി മാറ്റാതെ ഇന്ത്യയിലാകമാനം വിദേശത്തുമൊക്കെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വൈദികർക്ക് വേണ്ടിയും സന്യസ്തർക്ക് വേണ്ടിയും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.
നമ്മുടെ ഇടവകയിലെ മഠത്തിലെ ഓരോ സിസ്റ്ററിനെയും നമുക്ക് ഈ ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. അവരെയെല്ലാം ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വീട്ടിൽ നിന്ന് ഇനിയും കൂടുതൽ ദൈവവിളികൾ ഉണ്ടാകാനായിട്ട് ഇടയാവട്ടെ. അച്ഛന്മാർ ഒത്തിരി ബലഹീനതയുള്ളവരാണ്, സിസ്റ്റർമാർ ഒത്തിരി ബലഹീനതയുള്ളവരാണ്. നമ്മുടെ നല്ല മനസ്സുകൊണ്ട് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ, അവരെക്കുറിച്ച് നല്ലതൊക്കെ നമ്മുടെ വീടുകളിൽ പറയുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒരച്ഛനായാൽ കൊള്ളാം, സിസ്റ്ററായാൽ കൊള്ളാം എന്നൊക്കെ ആഗ്രഹം തോന്നും. നമ്മുടെ വീടുകളിൽ നിന്നും ദൈവവിളി ഉണ്ടാവണം. അത് നമുക്ക് ഉള്ള ഒരു പ്രേക്ഷിത നിയോഗത്തിൻ്റെ വലിയ ആവശ്യമാണ്. ലോകത്തിലുള്ള സകല മനുഷ്യരും നമ്മൾ ഈശോയെ അറിഞ്ഞതുപോലെ ഈശോയെ അറിയണമെന്നും രക്ഷ പ്രാപിക്കണമെന്നും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. കള്ളന്മാരുടെ പോലും ആഗ്രഹമല്ലേ കൂടെ കിടക്കുന്നവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ. ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് വേണ്ടി സുവിശേഷം അറിയിക്കുന്നവർക്ക് വലിയ ദൈവാനുഗ്രഹം ഒരുക്കി കൊടുക്കണമേ എന്ന് എല്ലാ മിഷണറിമാരെയും ഈ ദിവ്യകാരുണ്യ ആരാധനയിലോർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പലതരത്തിലുള്ള ഭയങ്ങൾക്ക് നമ്മൾ വിധേയരാണ്. ഈശോയിലെ എല്ലാ ഭയങ്ങളും മാറിപ്പോകുന്നു. ഈശോ ജനിച്ചപ്പോൾ തന്നെ ഒത്തിരി വെട്ടവും വിളിച്ചു. അത് കണ്ടപ്പോൾ ഇടയന്മാരെ ഭയപ്പെട്ടു എന്ന് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. മാലാഖ വന്നിട്ട് അവരോട് പറയുന്നു, നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു, പുൽക്കൂട്ടിൽ അവൻ കിടപ്പുണ്ട്, നിങ്ങൾ അവൻ്റെ അടുക്കിലേക്ക് പോകുവിൻ. അവർ അത്യധികം ഭയപ്പെട്ടു എന്ന് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. എന്നാൽ മാലാഖായുടെ പാട്ട് കേട്ട് മാലാഖായുടെ ഈ സന്ദേശം മനസ്സിലാക്കി അവർ ബത്ലഹേമിലേക്ക് ആ രാത്രിയിൽ ഓടിപ്പോയപ്പോൾ ആർക്കെങ്കിലും ഭയം തോന്നിയോ? ചെന്നായി തങ്ങളുടെ ആടുകളെ പിടിക്കും എന്ന ഭയം തോന്നിയോ? ഈ തണുപ്പത്ത് യാത്ര ചെയ്താൽ പനി പിടിക്കും എന്ന ആരോഗ്യത്തെക്കുറിച്ച് ഭയം തോന്നിയോ? കള്ളന്മാർ വഴിയിൽ വെച്ച് ആക്രമിക്കും എന്ന ഭയം തോന്നിയോ? അവർ ബത്ലഹേമിലേക്കുള്ള യാത്രയിൽ, രാത്രിക്കുള്ള യാത്രയിൽ ഒരു വിധത്തിലുമുള്ള സാമ്പത്തികമായ ആകുലതയാകട്ടെ, ആരോഗ്യപരമായ ആകുലതയാകട്ടെ, ആടുകളെക്കുറിച്ചുള്ള ആകുലതയാകട്ടെ, ഒന്നുമില്ലാതെ ഉണ്ണീശോയെ ആരാധിക്കുവാനായിട്ട് അവർ ഓടുകയാണ്. ആരാധനയിൽ എല്ലാ ഭയവും മാറും. ഈശോയുടെ കുരിശിൽ എല്ലാ പേടിയും മാറും. നമ്മുടെ എല്ലാ പേടിയിലേക്കും ഭയത്തിലേക്കും ദിവ്യകാരുണ്യ ഈശോയുടെ അരൂപി വന്ന് നിറഞ്ഞ് ധൈര്യം കൊണ്ട് നിറയുവാനുള്ള അഭിഷേകം തരണമേ എന്ന് ഉള്ളിലാഗ്രഹിച്ചുകൊണ്ട് ഒന്നുകൂടി പാടി പ്രാർത്ഥിക്കാം. യേശുവേ നാഥ, യേശുവേ നാഥ, അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലാളച്ച് കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലാളച്ച് കുമ്പിടുന്നു. നമുക്ക് ദിവ്യകാരുണ്യ ഈശോയെ നമുക്ക് കണ്ണുകളുയർത്തി നോക്കാം. നമ്മുടെ ദൈവത്തിൻ്റെ വചനം കേട്ട് കൂടുതൽ വിശ്വാസമുള്ളവരായി കുമ്പസാരത്തിലൂടെ പാപങ്ങളെല്ലാം ഇന്ന് ദൈവം മോചിച്ചു. ഇപ്പോൾ നമ്മൾ നിഷ്കളങ്കരായ മനുഷ്യരായിട്ടാണ് അവൻ്റെ മുമ്പിലായിരിക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ ഈശോയുടെ സന്നിധിയിൽ ഇപ്പോൾ നമുക്ക് അപേക്ഷിക്കാം. എൻ്റെ വ്യക്തിപരമായ നിയോഗങ്ങൾ ഈശോയുടെ സന്നിധിയിൽ നിശബ്ദമായി അറിയിക്കുവാനുള്ള സമയമാണ്. 2-3 ആഗ്രഹങ്ങൾ ഈശോയുടെ സന്നിധിയിൽ നമുക്ക് ആവശ്യപ്പെടാം. അവൻ മനസ്സാകുന്നുവെങ്കിൽ അതിൻ്റെ അഭിഷേകം നമുക്ക് നൽകും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, പാപമില്ലാതെ പ്രാർത്ഥിക്കുമ്പോൾ, അവൻ്റെ കുരിശിന് നിരക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അവനെല്ലാം നമുക്കായി സാധിച്ചു തരും. സ്വാർത്ഥതയില്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു 3 കാര്യങ്ങൾ ധ്യാനത്തിൻ്റെ യോഗ്യതയാൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് വളരെ വ്യക്തിപരമായ കാര്യങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഭൗതികമായ കാര്യങ്ങളാണെങ്കിൽ അതിനോട് ചേർത്ത് ഒരു നിയോഗം വെക്കണം.
എനിക്ക് ജോലിയാണെങ്കിൽ ആ ജോലി കിട്ടുന്ന സ്ഥലത്ത് ഞാൻ ഈശോയെ കൂടുതൽ പ്രഘോഷിച്ചു കൊള്ളാം. അങ്ങനെ ഏതൊക്കെ സാഹചര്യമാണോ എനിക്കുള്ളത് അവിടെയൊക്കെ ദൈവത്തെ മറന്നു പോകാതെ ജീവിച്ചു കൊള്ളാം എന്ന ഒരു നിയോഗം കൂടി വെക്കുമ്പോഴാണ് നമുക്ക് വഴിതെറ്റാതെ ജീവിക്കുവാനുള്ള അനുഗ്രഹം ഈശോ നമുക്ക് നൽകുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളെ അഭിഷേകം ചെയ്യട്ടെ. സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവൻ്റെ അപ്പമായ ഈശോയെ വിളിച്ച് നമുക്ക് പാടി പ്രാർത്ഥിച്ച് അവൻ്റെ ആശീർവാദം കൊണ്ട് നിറയുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥരെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂകണമേ വത്സരസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ, ദൈവവും മനുഷ്യനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാദം പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ, സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ, രക്ഷകനാം മിശിഹാതൻ ദിവ്യദിനം വാഴ്ത്തിടുവിൻ. വരനിരയാൽ ഒളിവിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ, ദൈവത്തിൻ മാതാവാം കന്യാമേരിയെ വാഴ്ത്തിടുവിൻ, മറിയത്തിൻ നിർമ്മലമാം ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ, നിർമ്മലയാം കന്യകതൻ വല്ലഭരെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം
മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. നമുക്കൊരു 3 മിനിറ്റും കൂടെ ഉണ്ട്. ബെഞ്ചിലിരിക്കുക. എനിക്ക് ഈ പള്ളിയിൽ വന്ന് വചനം പ്രസംഗിക്കുവാനായിട്ടൊരവസരം പ്രിയപ്പെട്ട വികാരിയച്ഛൻ ഒരുക്കി തരികയുണ്ടായി. ഞാൻ പ്രിൻസിപ്പലായിരിക്കുന്ന കോളേജിൽ അച്ഛൻ ബെർസാറായിട്ട് ജോലി ചെയ്യുന്നു എന്ന് നിങ്ങൾക്കറിയാം. അച്ഛൻ്റെ ഒത്തിരി സമയം ചെറുപ്പങ്കൽ BBM കോളേജിന് വേണ്ടി ചെയ്യുന്നുണ്ട്. അവിടെയുള്ള കെട്ടിടങ്ങളെല്ലാം മനോഹരമാക്കുന്നതിനും പുതുത് പണിയുന്നതിനുമൊക്കെ അച്ഛനാണ് ഏറെ ശ്രദ്ധിച്ചിട്ടുള്ളത്. അച്ഛൻ ഈ ഇടവകയിലുള്ള സേവനത്തിനൊരു കുറവും വരുത്താതെ ചെറുപ്പങ്കൽ വന്ന് എല്ലാ ദിവസവും രാവിലെ അല്ലെ ഉച്ച കഴിഞ്ഞൊക്കെ വന്ന് ഒട്ടേറെ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നത് നന്ദിയോടുകൂടി ഓർമ്മിക്കുകയാണ്. അച്ഛൻ നേരത്തെ മാർസ്ലീവ മെഡിസിറ്റി ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടറായിരുന്നു. അന്ന് മുതൽ അച്ഛനുമായിട്ട് നല്ല അടുപ്പം, ഹൃദയ അടുപ്പമുണ്ട്. അച്ഛനൊരു ദിവസം ഇങ്ങനെ ധ്യാനം നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ നോ പറയാനായിട്ട് എനിക്ക് ആവില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ സമ്മതിച്ച് സന്തോഷത്തോടുകൂടി ഇടവകയിൽ ധ്യാനം നടത്താനായിട്ട് വന്നിട്ടുള്ളത്. അന്ന് സമയം മുതൽ അച്ഛന് നേരത്തെയും വലിയ സ്നേഹം പ്രകടിപ്പിക്കുന്നയാളാണ്, വലിയ മമത ഉള്ളയാളാണ്. എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന വികാരി അച്ഛനെ ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഓർമ്മിക്കുന്നു. എനിക്ക് വന്ന ദിവസം മുതൽ മേത്തരം ഭക്ഷണമൊക്കെ തരാനും എല്ലാ സൗകര്യങ്ങളും തരുന്നതിനും വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ അച്ഛനെ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഇങ്ങനൊരു അവസരം തന്നതിന് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. എത്ര നല്ല മനുഷ്യരാണ് ഈ ഇടവകയിലുള്ളവർ. എൻ്റെ പൊട്ടപ്രസംഗമൊക്കെ 3 ദിവസം വന്ന് നിങ്ങൾ കേട്ടല്ലോ. ഒരു പരാതിയും കൂടാതെ ഒരു ഇഷ്ടക്കേടും കാണിക്കാതെ നിങ്ങൾ വലിയ ശ്രദ്ധയോടെ കേട്ടിരുന്നതിനും ഞാൻ നന്ദി പറയുകയാണ്. എല്ലാ ദിവസവും ഒരു 3-3.25 മണിക്കൂർ ഞാൻ പ്രസംഗിച്ചു, മടുപ്പൊന്നും തോന്നിയിട്ടൊന്നുമില്ല. അപ്പോൾ അത് വളരെ നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരുന്നത് കൊണ്ടാണ് അങ്ങനെയൊക്കെ എനിക്ക് നന്നായിട്ട് ഇങ്ങനെ സമയം മുഴുവൻ പ്രസംഗിക്കാനായിട്ടൊക്കെ കഴിഞ്ഞത്. നിങ്ങൾക്ക് ഈ അവസരത്തിൽ ഞാൻ ഈ ദൈവത്തിൻ്റെ നാമത്തിലുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. എനിക്ക് 1-2 ദിവസമൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ലൈസമ്മ ചേച്ചിയും ഒക്കെ പ്രത്യേകമായിട്ട് ഇന്ന് ഭക്ഷണം കൊടുത്തു വിട്ടവരെയൊക്കെ ഞാൻ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്നു. ദൈവം അവരെ എല്ലാം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. കൈക്കാരന്മാർ ചേട്ടന്മാരെയും ഒക്കെ ഞാൻ പാട്ടുകാരെയും എല്ലാം ഈ അവസരത്തിൽ നന്ദിയോടുകൂടി അനുസ്മരിക്കുന്നു. വലിയ ദൈവാനുഗ്രഹപ്രദമായ പെസഹ ദിവസങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ തോണിക്കുഴിയച്ച, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈ 3 ദിവസക്കാലം വളരെ അനുഭവം നിറഞ്ഞ ദിവസമായിരുന്നു. നമ്മളെ എല്ലാവരെയും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അച്ഛൻ അടുപ്പിക്കുകയായിരുന്നു. പേടിയുള്ള അരിമത്തക്കാരൻ ജോസഫിനെ ധൈര്യവാനാക്കി തീർത്തത് ഈശോയുടെ മരണം ആണ്. സാധാരണയായി മരിക്കുന്ന അവസരത്തിലാണ് എല്ലാവർക്കും പേടിയുണ്ടാകുക. അച്ഛൻ പറഞ്ഞു വെച്ചു, ഈശോയുടെ പീഡാനുഭവത്തെ തുടർന്ന് അരിമത്തക്കാരൻ ജോസഫ് ധൈര്യസമേതം പിലാത്തോസിന്റെ അടുക്കൽ ചെന്ന് ആവശ്യപ്പെടുകയാണ് ഈശോയുടെ മൃതദേഹം. ആ ധൈര്യത്തിലേക്ക് വളർന്നത് ഈശോയോടുള്ള അടുപ്പവും സ്നേഹവുമായിരുന്നു. ഈ ദിവസങ്ങളിൽ അച്ഛൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ നമ്മൾ ഈശോയിലേക്ക് കൂടുതൽ അടുക്കുകയായിരുന്നു. ഇന്ന് ധൈര്യമുള്ളവരായി മാറി നമ്മുടെ ഭവനങ്ങളിലേക്ക് പോവുകയാണ്. ഈ ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കണമെന്ന് അച്ഛൻ വളരെ വിശദീകരിച്ച് പറയുകയുണ്ടായി. ജോസഫിന്റെ മാതൃക സ്വീകരിച്ചു വേണം കുടുംബനാഥന്മാർ പോകുവാനായിട്ട്. ഏറ്റവും എളിമ നിറഞ്ഞ, ഏറ്റവും പുറകിലത്തെ സ്ഥാനം എടുത്തുകൊണ്ട് ജോസഫിനെ പോലെ മറ്റുള്ളവരെ വളർത്തുവാനായിട്ടുള്ള ഒരു മനോഭാവത്തിനുടമയായി തീരുവാനായിട്ട് നമ്മളെ എല്ലാവരെയും അച്ഛൻ പ്രേരിപ്പിക്കുകയുണ്ടായി. ഇത് വെറും വാക്കുകളിലൂടെ പ്രവർത്തിക്കുകയല്ല, അച്ഛൻ്റെ ജീവിതത്തിലും അത് തന്നെയാണ് കാണിച്ചു തരിക. അച്ഛനുമായിട്ട് വളരെ വർഷത്തെ അടുപ്പമുണ്ട്. ഒരു കുഞ്ഞനുജനെ പോലെ എന്നെ സ്നേഹിച്ച് കൂടെ കൊണ്ടു നടക്കുന്നതാണ് അച്ഛന്. മാർസ്ലീവ നഴ്സിംഗ് കോളേജിന്റെ ഡയറക്ടറായിരുന്നപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ചെറുപ്പങ്ങളായിരുന്നു. അപ്പോഴൊക്കെ കരുതലോടുകൂടി പുറത്തേക്കൊക്കെ യാത്ര ചെയ്യുമ്പോഴും കൂടെ കൂട്ടുവാനായിട്ടും കൊണ്ടുപോകുവാനായിട്ടും ഒക്കെ അച്ഛൻ വളരെയധികം ഉത്സാഹിച്ചിരുന്നു. ആ സ്നേഹത്തെയൊക്കെ ഇപ്പോൾ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഇവിടെ ധ്യാനിപ്പിക്കുവാനായിട്ട് വരുവാനായിട്ട് അച്ഛൻ കാണിച്ച സ്നേഹത്തിന് വളരെയധികം നന്ദി പറയുകയാണ്. ഓരോ ദിവസത്തെ പരിപാടികളുടെ കോളേജില് ധാരാളം ജോലികളുണ്ട്. അതിനുശേഷം ഓടിയാണ് വരിക. ഇന്നാണെങ്കിൽ കോളേജിലെ പ്രോഗ്രാം
ധൃതി പിടിപ്പിച്ച് പിള്ളേരോട് ആവശ്യപ്പെട്ട് നേരത്തെയാക്കി, എന്നിട്ടും തീർന്നില്ല. എന്നിട്ടും ഓടിയാണ് ഇവിടെ എത്തിയത്. ഇന്നലെയാണെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം പോലും കഴിച്ചില്ല, കാരണം സമയമില്ലാതിരുന്നിട്ടാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഈ ധ്യാനം നടത്തുവാനായി നമുക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെടുകയും നമ്മളെ സ്നേഹിക്കുകയും ചെയ്തു. എല്ലാവരെയും സ്നേഹത്തോടുകൂടെ കാണുന്ന അച്ഛനാണ്. കോളേജിലൊക്കെ എല്ലാ കുട്ടികളോടും സ്നേഹത്തോടെ ഇടപെടുകയാണ്. സ്നേഹത്തോടെ തെറ്റിതിരുത്തുവാനായിട്ട് അച്ഛൻ പരിശ്രമിക്കുകയാണ്. അപ്പൊ ആ കാണിക്കുന്ന സ്നേഹം എന്നുമുണ്ട്. പലരും നിങ്ങൾ അച്ഛനെ അറിയും. അരുവിത്തറ കോളേജിലെ പ്രിൻസിപ്പൾ ആയിരിക്കുമ്പോൾ പലരും പരിചയപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും ചെയ്തിട്ടാണ് ഇവിടെ അച്ഛനാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ നല്ല കാര്യം, നല്ല ധ്യാനം കൂടാമല്ലോ എന്ന് പറഞ്ഞു. ഇത്രയും മണിക്കൂറുകൾ ഓരോ ദിവസവും നമ്മൾ ചെലവിട്ടപ്പോൾ സ്വപ്നം കാണുക തന്നെയായിരുന്നു. യേശുപിതാവിനോടും മാതാവിനോടും ഉണ്ണീശോടും ഒപ്പം സ്വപ്നം കാണുകയായിരുന്നു. ബത്ലഹേമിലേക്കുള്ള അവരുടെ അനുഭവം, പുൽത്തൊഴുത്തിലേക്ക് നമ്മളും പോയി തുടർന്നും സ്വപ്നം കാണാം. അച്ഛനോടൊപ്പം അച്ഛൻ തന്ന നല്ല നിർദ്ദേശങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഈശോയിലേക്ക് അടുക്കുവാനായി നമുക്ക് പരിശ്രമിക്കാം. ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അച്ഛന് നന്ദി പറയുന്നു. ഇത്രയും സമയങ്ങൾ നിങ്ങളിവിടെ ചെലവഴിച്ച് ഈ കൊറോണ കാലഘട്ടത്തിൽ മാസ്ക് ഒക്കെ വെച്ച് ഇത്രയും ദീർഘമായ സമയം ഇരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. വളരെ സന്തോഷത്തോടുകൂടെ പ്രാർത്ഥനാ ചൈതന്യത്തോടുകൂടെ തന്നെ ഈ ദേവാലയത്തിൽ ആയിരുന്ന് വചനങ്ങൾ ശ്രവിച്ചു. അതിന് വളരെയധികം നന്ദി. കൈക്കാരന്മാര് സണ്ണിച്ചേട്ടനും സന്തോഷ് ചേട്ടനും വളരെയധികം ഉത്സാഹിക്കുകയും നേരത്തെ വന്ന കാപ്പിയൊക്കെ തയ്യാറാക്കുകയും വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്തു. അതിനെല്ലാം വളരെ നന്ദി പറയുക. അതോടൊപ്പം ദേവാലയ ശുശ്രൂഷയ്ക്കും ഗായിക സംഘത്തിനും എല്ലാം വളരെയധികം നന്ദി.